കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴക്കല്ലാണ്. ഈ പാട്ട് പാടുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ല. ആ വിഷ്വലിനകത്തും അതിന്റെ ഡയറക്ടർ പെണ്ണിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇറങ്ങിയ ആൽബങ്ങൾ മൊത്തം പെണ്ണായതുകൊണ്ട് നമുക്ക് പട്ടം കാണിക്കാം. പക്ഷെ ഇപ്പം പാടുമ്പം ശരിക്കും കല്ലായിലൊരു പെണ്ണുണ്ട്. സെറ്റ് ഒരു പെണ്ണല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു. എന്നെ കുറിച്ചാണ് ആ പാട്ടൊന്ന്. നിലവേ ഉന്നെ നിனைத்து நான் രസിக்கிறேൻ. കൽബാണ് ഫാത്തിമ എന്ന ദിലേ ഫാത്തിമ ഉണ്ടാവാൻ കാരണം ഷാഫി കൊല്ലമാണ്. അതിനും കാരണം താജുദ്ദീൻ വടകരയാണ്. താജുക്കെയാണ് എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ വരെയുള്ള കാരണക്കാരൻ. പടച്ചവന്റെ സഹായം കൊണ്ട് ഈ സംഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. അന്ന് താജുക്ക കൽബാണ് ഫാത്തിമയിൽ നിന്ന് ദിലേ ഫാത്തിമ തന്ന് ഇന്ന് ആ ഒരു ഫാത്തിമ പാടിയ താജുക്ക തന്നെയാണ് ശരിക്കും കലാപരമായിട്ട് എനിക്കൊരു പവർ തന്നിട്ടുള്ളത്. എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തടി പൂങ്കരളേ. ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓട്ടോക്കാർ ഏറ്റെടുത്ത്. കാരണം ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ബൂമിട്ട്. നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ക്ലബിന്റെ പരിപാടിക്ക് പോയപ്പോൾ പോലീസുകാർ വരുന്നു എൻ്റെ അടുത്ത്, ഷാപ്പിന്റെ അടുത്ത്, ഈ പാട്ട് പാടാൻ പറ്റില്ല, ഇതിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയും. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണ്, പ്രേമം വിഷക്കനിയാണേ. സലീമേട്ടനെയും നിങ്ങളെയും കണ്ടുകണ്, നമുക്ക് സന്തോഷായിക്കണ്. കിണു ഇറങ്ങിയ സമയത്ത് സലീമേട്ടൻ തിരക്കി നടന്നു വന്നും തേടി പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ അടിക്കാനാ? ഷാഫിയിലെ പോട്ടെ, താജുല്ലേ പോട്ടെ, തൽക്കാലം ജലാലെങ്കിലും അങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ജീവിതത്തിൽ ഫുട്പാത്തിൽ 10-12 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് നിന്ന കുറേ കാലങ്ങൾക്ക് പടച്ചോൻ തന്ന ഗിഫ്റ്റ്. നാളെ വേണമെങ്കിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ജലാൽ മാഗ്നസ് ആണ് നമുക്കിപ്പോൾ ഉള്ളത്. ഹായ്. ജലാലിന്റെ ഷർട്ട് ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിച്ചു. നൈനീഷയായിട്ടുള്ള ഇന്റർവ്യൂ ഇട്ടിരിക്കുന്നതും കളർഫുൾ ഷർട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇന്ന് വീണ്ടും പൂക്കളുള്ള കളർ ഷർട്ട്. അടിപൊളി. കൂട്ടുകാരന്റെ ഗിഫ്റ്റാ, ഞാൻ അറിയില്ല. ഞാൻ എടുത്ത ഷർട്ട് വേറെയാണ്, അവൻ കൊണ്ടുവന്നാണ്. ഇപ്പോഴും ഇത്രയും സുന്ദരനായിട്ടിരിക്കുക. പഴയ വീഡിയോയിൽ കാണുമ്പോൾ ഉള്ള ചെറിയ വ്യത്യാസങ്ങൾ മാത്രമേ നമ്മൾ ഈ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ ഉണ്ടാവുള്ളൂ. അല്ല, എന്താണ് ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? പാട്ടാണോ? രജനീഷ് ചേട്ടാ, അത് പിന്നെ നമ്മള് കലാകാരനാണ്, പടച്ചവനുമായിട്ട് കുറച്ച് അടുക്കാൻ പറ്റി. അത് അടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശരിക്കും ലോക്കാണ്. പിന്നെ നല്ലത് കാണാൻ, നല്ലത് പ്രവർത്തിക്കുക, നല്ലത് പറയാൻ, നല്ലത് ചിന്തിക്കുക, അതിനെ മാത്രം ആഗ്രഹിച്ചിരിക്കുകയാണ്. എന്നാലും മനുഷ്യനാണ്, തെറ്റുകളിലേക്ക് പോകും. അപ്പൊ ഇപ്പൊ ഇങ്ങനെ കിട്ടിയത് എനിക്ക് തന്നെ ഭയങ്കര സന്തോഷമാണ്. പക്ഷെ അതിനൊക്കെ വലിയ സന്തോഷം ഇനി എനിക്ക് പ്രായം കുറഞ്ഞ പോലെ ഉണ്ടാവും. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി രജനീഷ് ചേട്ടൻ ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞ് ഷർട്ടിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ ഞങ്ങൾ വേറെ ലെവൽ. ഇത് വെച്ചിട്ടുള്ള കിണു പാട്ടുണ്ടാവും. വെയിറ്റ്. ആദ്യം കല്ലായിലൊരു പെണ്ണുണ്ട്. കണ്ണിലിതെന്നും നിൻമുഖമാ, ചുണ്ടിലിതെന്നും തേനിശല, കവിതകൾ എഴുതും നേരം ഞാൻ പുഞ്ചിരി മാത്രം കാണുന്നു, വെള്ളി നിലാവിൽ മിന്നും പോലെ, വെള്ളി നിലാവിൽ മിന്നും പോലെ, കാഞ്ചനവനിയിലെ രാജകുമാരി, കല്ലായിലൊരു പെണ്ണുണ്ട്, ആ പെണ്ണൊരു പവിഴ കല്ലാണേ. ഈ പാട്ട് പാടുമ്പോൾ സത്യത്തിൽ അങ്ങനെ ഒരു പെണ്ണില്ല. ആ വിഷ്വലിനകത്തും അതിന്റെ ഡയറക്ടർ പെണ്ണിനെ കാണിക്കണ്ടെന്ന് പറഞ്ഞു. കാരണം അന്ന് ഇറങ്ങിയ ആൽബങ്ങൾ മൊത്തം പെണ്ണായതുകൊണ്ട് നമുക്ക് പട്ടം കാണിക്കാറ്. പക്ഷെ ഇപ്പം പാടുമ്പം ശരിക്കും കല്ലായിലൊരു പെണ്ണുണ്ട്. സെറ്റ്. ഒരു പെണ്ണല്ല, ഒത്തിരി പെണ്ണുങ്ങൾ അങ്ങനെ സങ്കല്പിച്ചു. എന്നെ കുറിച്ചാണ് ആ പാട്ടൊന്ന്. അത് ഭയങ്കര രസമുള്ളൊരു പരിപാടിയല്ലേ. നമ്മളൊരു പാട്ട് എഴുതുന്നു, നമ്മൾ വിഷ്വലൈസ് ചെയ്ത് നമ്മൾ ഇമാജിനേഷനിൽ എഴുതുന്നു. പക്ഷെ കുറെ പെണ്ണുങ്ങൾ അത് വിശ്വസിക്കുന്നു, ആണുങ്ങൾ. എന്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ച ചോദ്യത്തിന് രജനീഷ് ചേട്ടൻ ഇപ്പൊ ഉത്തരം പറഞ്ഞു. അതെ അതെ അതെ. ഇനി എല്ലാം വിശ്വസിച്ചോളൂ നിങ്ങള്. അല്ല, സീരിയസ്ലി കല്ലായിലൊരു പെണ്ണുണ്ട് കേട്ടോ. അത് ഒളിച്ചു വെച്ചിരിക്കണേണ് കേട്ടാ. ഇത് സെറ്റാ. അതെ, ഇങ്ങനെ ഒരുവിധം രക്ഷപ്പെട്ട് വന്നതാ വേറൊരു സ്ഥലത്ത് നിന്ന്. ആ പെണ്ണിന്റെ ഡീറ്റെയിൽ പറയാതെ. അപ്പോൾ ഒരുപാട് പേര് അത്തരം ഒരു പെണ്ണുണ്ടായിരുന്നെങ്കിലെന്ന് മനസ്സിൽ സങ്കല്പിക്കും. ഇതാണ് നമ്മുടെ സക്സസ് എന്ന് പറയുന്നത്. പക്ഷെ ഇതല്ല സക്സസ്. നിങ്ങളൊരു വലിയ സക്സസ് ആയി പോവായിരുന്നു ശരിക്കും. എനിക്ക് തോന്നുന്നു അത് പറയണമെങ്കിൽ കൽബാണ് ഫാത്തിമ മുതൽ ഇല്ലെങ്കിൽ ദിൽഹെ ഫാത്തിമയിലേക്ക് എത്തുന്നതാണ് മാഗ്നസ് എന്ന് പറയുന്ന ഒരു പ്രൊഡക്ഷൻ. ദിൽഹെ ഫാത്തിമയാണ് മാഗ്നസിന്റെ തുടക്കം എന്ന് പറയുന്നത്. പക്ഷെ കൽബാണ് ഫാത്തിമ ഉണ്ടാക്കിയ ഒരു തരംഗമുണ്ട് ശരിക്കും കേരളത്തില്. ഒരു കാലഘട്ടത്തിൽ ജാസി ഗിഫ്റ്റ് ലജ്ജാവതിയുമായിട്ട് വന്നില്ലേ, അതേപോലെ ഒരു പൊട്ടലായിരുന്നു അത്.
ഈ ഒരു ആൽബം സോങ് ഇങ്ങനെ പോകുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ വന്നു. ഇതിനെ അംഗീകരിക്കാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു. നമ്മൾ ആദ്യമൊക്കെ കേൾക്കുമ്പോൾ ഈ മറ്റേ ക്വാളിറ്റി കുറഞ്ഞ പാട്ട് കേൾക്കുന്ന ആൾക്കാരുടെ പാട്ടായിട്ട് ആദ്യം പറയുന്നു. പിന്നീട് നോക്കിയപ്പോൾ കേരളത്തിൽ മുഴുവനും തരംഗവേദന പോവാണ്. അപ്പം നമ്മൾ തന്നെ ഇപ്പൊ പാട്ട് പാടാൻ അറിഞ്ഞൂടാത്ത ഞാൻ വരെ ഫാത്തിമ എന്ന് പാടാൻ ശ്രമിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും അതൊരു വിജയമാണ്. അപ്പൊ ദിൽഹെ ഫാത്തിമയിലേക്ക് കൽബാണ് ഫാത്തിമ എന്ന് ദിലേ ഫാത്തിമ ഉണ്ടാവാൻ കാരണം ഷാഫി കൊല്ലമാണ്. അതിനും കാരണം താജുദ്ദീൻ വടകരയാണ്. പക്ഷെ ഇപ്പോഴും ഇന്നലെ വരെ ഞാൻ പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ കണ്ട് ഈ നെഞ്ചുക്കുള്ള നീതാനെ എന്നുള്ള ആ പാട്ട് ചെറിയ മക്കൾ പാടുന്നത്, പിന്നെ അതിനു മുൻപ് ഒരു ക്യാമ്പസിനകത്ത് ബാൻഡായിട്ട് ആ ക്യാമ്പസിനകത്ത് കുട്ടികൾ പാടുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ താജുക്കയുടെ തുറന്നു പറഞ്ഞു, താജുക്ക ഇത് വല്ലാത്തൊരു സംഭവമാണ്. ഷാഫിയുടെ അടുത്തും പറഞ്ഞു. കാരണം പുതിയ എന്നെയൊന്നും ഇപ്പോഴും അറിയില്ല, താജുക്കിനെയും ഷാഫിനെയും അറിയാം. പക്ഷെ എന്നിട്ട് ഇവർ ഈ പാട്ടെടുത്ത് പാടുമ്പം നമുക്ക് വല്ലാത്തൊരു സംഭവം തന്നെയാണ്, പുതിയ ഒരു ജനറേഷൻ. പക്ഷെ പണ്ട് ഈ സംഭവത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആളുകൾ മാപ്പിളപ്പാട്ടിനെ കൊന്നു, അല്ലെങ്കിൽ മാപ്പിളപ്പാട്ടിനെ അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി ഇതാക്കി. ഒരു പാട്ടിനെ ഒന്നും ആക്കിയിട്ടില്ല. കാലഘട്ടത്തിനനുസരിച്ച് പുതിയ കലാകാരന്മാർ വരുന്ന കലാവിരുന്നുകൾ ഉണ്ടാവുന്നു. അത് പല വർക്കിലും പല സിനിമയിലും പല രീതിയിലും മാറ്റങ്ങൾ ഉൾക്കൊണ്ട് ഒരു പ്രൊഡക്റ്റായിട്ട് വരുന്നു. അത് ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇഷ്ടമായി എന്നാണ്. പിന്നെ അത് മോശം എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഫീൽഡിലുള്ളവരായിരിക്കും. പിന്നെ ഓഡിയൻസ് മോശം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ചിന്തിക്കണം, അവർ മോശം എന്ന് പറഞ്ഞ ആ വർക്കിനെ നമ്മൾ അടുത്ത വർക്കിൽ നല്ലതാക്കി മാറ്റാൻ ശ്രമിക്കണം. ഇതിൽ രണ്ടാമതിപ്പം താജൂക്കയാണ് എനിക്ക് ഇപ്പം ഇവിടെ ഇരിക്കാൻ വരെയുള്ള കാരണക്കാരൻ. പടച്ചവൻ്റെ സഹായം കൊണ്ട് താജൂക്ക എൻ്റെ അടുത്ത് നീ രണ്ടാമത് വരണം, പ്രോഗ്രാം ചെയ്യണം, ഇങ്ങനെ ആക്കണം അങ്ങനെ ആക്കണം. എനിക്ക് ശരിക്കും അത് ഒരു എന്താ പറയുക, നമ്മുടെ ഫാമിലിയിൽ നിന്നും ഒരു ഫാദറിൻ്റെ വാപ്പയുടെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സ്നേഹത്തോട് കൂടിയിട്ട് നമുക്ക് ഒരു കലാകാരനാണ് എല്ലാവരുടെ ഉള്ളിലും നമുക്കറിയാം. ആരും ആർക്കും മുകളിലേക്ക് വരാൻ ആഗ്രഹിക്കാത്തവരാണ് ഒരു കലാകാരൻ്റെ ഹൃദയം. അവിടെ പുള്ളി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആണോ അത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും മൂപ്പരെ വിളിച്ച് ചോദിക്കും, ഞാൻ ഇങ്ങനെ പോകണ്ടേ, ഇങ്ങനെ തരുന്നുണ്ടേ. എനിക്കത് ഭയങ്കരമായിട്ടൊരു പ്രചോദനമായി. കാരണം ഞാൻ മറന്നു ഞാൻ എന്താണ്, ഞാൻ എന്തൊക്കെ ചെയ്തിരുന്നു. അത് താജുക്ക പറഞ്ഞപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അത് വല്ലാത്തൊരു പവറായി. അന്ന് താജുക്ക കൽബാണ് ഫാത്തിമയിൽ നിന്ന് ദിലേ ഫാത്തിമ തന്ന്, ഇന്ന് ആ ഒരു ഫാത്തിമ പാടിയ താജുക്ക തന്നെയാണ് ശരിക്കും കലാപരമായിട്ട് എനിക്കൊരു പവർ തന്നിട്ടുള്ളത്. അപ്പൊ ദിൽഹെ ഫാത്തിമ പാടിയിട്ട് നമുക്ക് അതിന്റെ എന്താ പറയാ ചിൽഡ്രൻസ് ഫാത്തിമയിലേക്ക് പോവാം. സമ്മതിച്ചേട്ടാ, നമ്മള് ചിൽഡ്രൻസ് ഫാത്തിമ ഇറക്കിയത് അത് ഞാൻ ആദ്യം പറയട്ടെ, കാരണം നിങ്ങൾ അതിനെക്കുറിച്ച് എനിക്ക് പോലും ഓർമ്മയില്ല. ദിൽഹെ ഫാത്തിമ ഇറങ്ങി കഴിഞ്ഞപ്പോൾ അതിന്റെ സെയിം കരോക്കെ ഉപയോഗിച്ചിട്ട് അൽക്കയും വേറെ 2 കുട്ടികളെ ഉപയോഗിച്ചിട്ട് കുറച്ച് പാട്ടിന്റെ ലിറിക്കൊക്കെ മാറ്റിയിട്ട് ഇറക്കിയ വർക്കാ. ആ ഒരു വർക്ക് ഇന്നത്തെ ഈ ഒരു ദിവസത്തിൽ നിങ്ങൾ ഓർമ്മിച്ചെടുത്തിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞാൽ ഇനിയിട്ടൊന്നൊരു സല്യൂട്ട് ചെയ്യാനൊക്കെ തോന്നുന്നുണ്ട്, പക്ഷെ മൊത്തം കൊളാവും. അതുകൊണ്ട് സെറ്റ് അടിപൊളി. ദിൽ കെ അന്തർ തൂ ഹേ നാ, സാമനെ ഭി തൂ ഹേ നാ, ആँख में भी तू है फातिमा फातिमा, നെഞ്ചുക്കുള്ളേ നീ താനേ, കൺകൾ മുഴുതും നീ താനേ, കാതൽ അൻപത് നീയേ ഫാത്തിമ ഫാത്തിമ, ലൈല ലൈല നീയൻ കൽബാ, നീയും ഞാനും പണ്ടേ മുഹബത്താ. അതൊക്കെ പാടി കഴിഞ്ഞിട്ട് ഷാഫി പാടിയ വരിയിലാണ് ഞാൻ പ്രത്യക്ഷപ്പെട്ടത്, എൻ്റെ ലൈഫിലെ ടേണിംഗ് പോയിന്റ്. നിലവേ ഉന്നെ നിனைத்து நான் ரசிக்கிறேன், இதயம் இரவில் உன்னைத்தான் தேடுகிறேன், அழகே நின் അനുരാഗം അലിവാർന്നിറങ്ങി ആ മധുര തേനുണ്ണാൻ മോഹങ്ങളേറി മലരെ നിന്നെ കിനാവ് കണ്ടുറങ്ങി ഞാൻ, മനതാരില്ല നേരം സ്വന്തമെന്ന് തോന്നി ഷാഫിയും താജും പാടിയ പാട്ടാണ് ഞാൻ പാടിയത്. അവരെ പോലെ ഒരു വലിയ സിംഗർ അല്ല ഞാൻ. എന്തായാലും ക്ഷമിക്കുമെന്ന് വിശ്വസിക്കുന്നു. അതൊക്കെ ക്ഷമിച്ചിരിക്കുന്നു. താങ്ക് യു. പക്ഷെ ഇനി പാട്ട് പാടേണ്ടി വരും, ഒത്തിരി പാട്ടുകളുണ്ട്. അതിനു മുമ്പ് ഈ ശരിക്കും വിനീത് ശ്രീനിവാസന്റെ നമ്മുടെ സലീമേട്ടനെ വെച്ച് ചെയ്ത MG റോഡ്, അതെ പലവട്ടം കാത്തുനിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ
പോയില്ലേ പോയില്ലേ ആ സാധനം ഇല്ലേ? ഓട്ടോ ട്യൂൺ. അപ്പം നമ്മൾ അതെ ഒരു ടെക്നിക്കൽ ഒരു സാധനമാണ്. പക്ഷെ നമ്മൾ അത് മുതൽ ശ്രദ്ധിച്ചു തുടങ്ങി, ഓ ഇങ്ങനെയൊക്കെ ചില സാധനങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ അത്തരം സാധ്യതകൾ ഉപയോഗിച്ചൊരു പാട്ടായിരുന്നു അത്. അതേ സമയത്ത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ കിണ് വരുന്നത് ഇല്ലേ? അപ്പം ഇപ്പം ബേബി ജീനെയും ഡബ്സിയൊക്കെ നമ്മൾ മലബാറിൽ നിന്ന് ഇങ്ങോട്ട് എടുക്കുകയും ഇവിടെ സീൻ കുറെ മാറുക, വേടൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുമായിട്ട് സീൻ മാറുകയും നീരജൊക്കെ ഭയങ്കര രസമായിട്ടുള്ള പാട്ടുകളൊക്കെ ഇറക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ഇൻഡിപെൻഡന്റ് മ്യൂസിക്കിന്റെ സീൻ മാറിയതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അതിന് മുമ്പ് മ്യൂസിക് മോജോ പോലുള്ള അല്ലെങ്കിൽ നമ്മുടെ തൈക്കുടം ബ്രിഡ്ജ് പോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ ഒരു പിച്ചിങ് ആണ് ഇപ്പോൾ നമ്മൾ അതിന്റെ റിസൾട്ട് ഒക്കെയാണ് കാണുന്നത്. പക്ഷെ അതിന് മുമ്പേ തന്നെ നിങ്ങളെ റാപ്പ് ഇറക്കിയിട്ടുണ്ട് എന്നുള്ളത് അറിയുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രൗഡ് ഉണ്ട്. അതായത് ഇന്ത്യ മ്യൂസിക്കിൽ മുമ്പേ നടന്ന ഒരാളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. വേറെ ലെവൽ. ആ ഇക്കിണ് നമുക്ക് സംസാരിച്ചു തുടങ്ങാം. എനിക്ക് ഒന്നാമത്തത് ഭയങ്കര ഭ്രാന്താണ്. അന്ന് പിന്നെ എറണാകുളമാണ് തലസ്ഥാനം കാസറ്റ്. ഇവിടെ നിന്ന് ഇറങ്ങുന്ന കാസറ്റുകൾ ക്ലിക്കാവുന്നത് ഫസ്റ്റ് കോഴിക്കോടാണ്. കോഴിക്കോട് ക്ലിക്കായാൽ കേരളത്തിൻ്റെ മാർക്കറ്റാണ്. പിന്നെ ഓൾ കേരള അത് പടർന്ന് പന്തലിക്കും. ഇതായിരുന്നു അന്നത്തെ മാർക്കറ്റ്. അപ്പോൾ നാദൃശക്ക, പിന്നെ പാട്ടുകാർ, മിമിക്രി കാസറ്റൊക്കെ ഇറങ്ങുമ്പോൾ കാസറ്റുകൾ ഇറക്കണം, സ്ക്രിപ്റ്റ് എഴുതണം, ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചിട്ട് എന്തേലും ഒന്ന് ചെയ്യണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്ന സമയത്താണ് ഈ ദിൽഹേ ഫാത്തിമ കൈ കെട്ടണത്. അതിനുശേഷം വർക്കുകൾ ഇറങ്ങി. കിണ് രണ്ടാമത്തെ വർക്ക് അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പം എല്ലാവരും പറഞ്ഞു അവൻ്റെ അടുത്ത് ഇനി അടുത്ത വർക്ക് എന്താണെന്നുള്ളത് നോക്കിയിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് എന്താ ചെറിയൊരു ഇഷ്യൂ ആയിട്ട് ഞാനിങ്ങനെ കോഴിക്കോട് വട്ടാമ്പയിൽ, കല്ലായി കഴിഞ്ഞ് വട്ടാമ്പയിൽ ബൈക്കിൽ വരുന്ന സമയത്ത് ഇങ്ങനെ ചീത്ത പറഞ്ഞിരിക്കണം, ഒക്കെ കൂടെ വല്ലക്കം വായിക്കുന്നു. ആ കിണ് ഞാൻ ഒറ്റയ്ക്ക് സംസാരിക്കാൻ ഇടയ്ക്കൊക്കെ ഒറ്റയ്ക്ക് സംസാരിച്ചതിൽ കിണ് വന്ന്. അപ്പോൾ കിണ് അപ്പോൾ കണ്ടുക്കിണ്, പോയിക്കിണ്, വന്നിക്കിണ്, ഇരുന്നിക്കിണ്, നോക്കിണ്. അപ്പോൾ ഞാൻ കൂട്ടുകാരനോട് പറഞ്ഞു, സി ടി കെ പേരുണ്ട്, എന്നെ പോലത്തെ ഒരു ഭ്രാന്തൻ തന്നെയാണ്, എടാ നമുക്ക് ഇങ്ങനെ ഒരു പാട്ട് ചെയ്യാം, എന്തും കിണ് വെച്ചിട്ട് ചെയ്യണം. ഇപ്പം കൺസെപ്റ്റ് അന്ന് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 501 രൂപയ്ക്ക് റിലയൻസ് മൊബൈൽ തന്ന് കോയിൻ ബോക്സ്, ആ സമയത്ത് നടന്ന സംഭവങ്ങൾ വെച്ചിട്ട് ഈ പാട്ടിൽ തീം ചെയ്ത്, അങ്ങനെയാണ് കുറച്ച് പൈസ നമുക്ക് കിട്ടിയിരിക്കണ്, സ്വപ്നം കണ്ടിരിക്കണ്, ചികിടം മൊബൈലിൽ കിട്ടിയിരിക്കണ്. കോഴിക്കോട്ടുകാർ ഉപയോഗിക്കണ പണ്ടത്തെ വാക്കുകളൊക്കെയാണ് കണ്ണുമൂറും ചില്ലാക്കും. അതായത് കണ്ണുമൂറും ചില്ലാക്കും എന്ന് പറഞ്ഞാൽ മുഖമൊക്കെ അടിച്ച് പൊളിച്ചാളെന്ന് പറയണത്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് വാക്കുകളൊക്കെ ഇതിനകത്ത് കുത്തി കയറ്റിയിട്ടാണ് ആ പാട്ടുണ്ടാക്കിയത്. എഴുതി ഓർക്കസ്ട്ര ചെയ്ത് പിന്നെ അത് വിഷ്വലിലേക്കാണ് മാറിയത്. വിഷ്വൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ മൊത്തത്തിൽ ബാക്കിൽ ഒരു ബ്ലാക്ക് കർട്ടനും സംഭവങ്ങളൊക്കെ ചെയ്ത് ലിയോൺ കെ തോമസിൻ്റെ കൂട്ടുകാരനാണ് ചെയ്തത്, എറണാകുളത്തുകാരനാണ്. പിന്നെ നിതിനേട്ടൻ ക്യാമറ. അത് ചെയ്ത് കഴിഞ്ഞപ്പം ഭയങ്കരമായിട്ട് കോൺഫിഡൻറ്റ് കിട്ടി. അതിൽ റാപ്പ് വെർഷൻ ചേർത്ത് മൊത്തത്തിൽ അത് മാർക്കറ്റിൽ ഇറക്കിയപ്പോൾ മൊത്തം നെഗറ്റീവായിട്ട് എനിക്ക് നല്ല തെറിയായിട്ടുണ്ട്. എൻ്റെ ഓഫീസൊക്കെ കോഴിക്കോട് പാളയത്തായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ടൗണിൽ കറങ്ങി നടക്കുന്നുണ്ട്. എന്നെ ബൈക്കിലൊരു ഫാമിലി എടുത്തിട്ട് തെറിയേറി വിളിച്ചിട്ടുണ്ട്, എന്താണ് ചെയ്യുന്നത്. അപ്പോൾ കണ്ടെത്തിയ സംഭവം എന്ന് വെച്ചാൽ ഞാനെന്തോ കോഴിക്കോട്ടുകാർ സംസാരിക്കുന്ന ആ ഒരു ഭാഷയെ അല്ലെങ്കിൽ വാക്കുകളെ കളിയാക്കിയതാക്കിയിട്ട് തോന്നി. പിന്നെ അത് കുറച്ച് കഴിഞ്ഞപ്പോൾ മലപ്പുറത്തുകാർ അക്സെപ്റ്റ് ചെയ്തത്. അപ്പോൾ അവരുടെ ഇതാന്ന് വിചാരിച്ച് ടോട്ടലി നമ്മൾ ഉദ്ദേശിച്ചത് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് നമ്മൾ പറയാനുള്ളത് ഒരു ആക്ഷേപഹാസ്യത്തിലൂടെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ ആ ഒരു പാട്ടാണ് ശരിക്കും ലൈഫിൽ എന്നെ ഇന്നിവിടെ വരെ എത്തിച്ച്. അപ്പോൾ ആ പാട്ട് ഞമ്മള് വന്നിക്കണ്, രജനീഷ് ഏട്ടനെ കണ്ടിക്കണ്, ഒരുപാട് ഓഡിയൻസ് ഉണ്ട് എന്ന് പറഞ്ഞിക്കണ്, സൗണ്ട് സ്വീറ്റാന്ന് പറഞ്ഞിക്കണ്, ചോദ്യങ്ങൾ ചോദിച്ചിക്കണ്, പഹയന്റെ നുണക്കുഴി കണ്ടിക്കണ്, അടിപൊളി സ്റ്റൈലിൽ ഇരുന്നിക്കണ്, ഒരു ഗിഫ്റ്റും തന്നിക്കണ്, തലേന്നിരുന്നിക്കണ്, നാളെ ഗസ്റ്റിനെ കിട്ടിക്കണ്, ഇന്ന് പഠിക്കാൻ തുടങ്ങിക്കണ്, ഓരെ കുറിച്ച് തിരയാൻ നിന്നിക്കണ്, ഉറങ്ങാതിരുന്നിക്കണ്, നല്ലോണം തലയിൽ കയറ്റിക്കണ്, പഠിച്ചിട്ട് സ്റ്റൈലായി വന്നിക്കണ്, ഇരുന്നോരെ വട്ടം കറക്കിക്കണ്, വന്നോരിരുന്നിക്കണ്, ഓരെ മനസ്സ് നിറച്ചിക്കണ്, ചിലവരെ നെഞ്ചത്ത് ചേർത്തിക്കണ്, ഓരെ കണ്ണൊക്കെ നിറഞ്ഞിക്കണ്, നമ്മളിരുന്നിക്കണ്, ഒരാളെ പറ്റി പാടാൻ പറഞ്ഞിക്കണ്, ക്യാമറമാനോനെ കാണിച്ചിക്കണ്, ഓന് ഷമീറാന്ന് പറഞ്ഞിക്കണ്, പാവാന്ന് പറഞ്ഞിക്കണ്, ലേഡീസിനെ ഇഷ്ടമല്ലാന്നും പറഞ്ഞിക്കണ്, ഫാമിലിയായി ജീവിക്കാന്നും പറഞ്ഞിക്കണ്, അത് പാടണ്ടെന്നും പറഞ്ഞിക്കണ്, പണി കൊടുക്കുന്നു പറഞ്ഞിക്കണ്, ഷമീർ തിരിച്ചും പറഞ്ഞിക്കണ്, എന്നെ നാറ്റിക്കല്ലേ പറഞ്ഞിക്കണ്, എനിക്ക് ഇൻഫർമേഷൻ തന്നിക്കണ്, മൂപ്പര സ്വഭാവമാണെന്നും പറഞ്ഞിക്കണ്, അത് തിരിച്ചടിച്ചതാന്നും പറഞ്ഞിക്കണ്, കയ്യെ കൂപ്പിയിട്ട് നിന്നിക്കണ്, ഞമ്മള് പറഞ്ഞതൊക്കെ പാടിക്കണ്, കയ്യൊന്നെടുത്തിക്കണ്, കയ്യ് നെറ്റിമ വെച്ചിക്കണ്, മൂപ്പര് ഗ്രേറ്റ് പറഞ്ഞിക്കണ്, ഷൂട്ടിന്റെ ഇടയിൽ ഫോണൊന്ന് വന്നിക്കണ്, ടൊണ്ടോണ്ടം ബെല്ലെന്നടിഞ്ഞിക്കണ്. അതിന്റെ ലൈവ് സെറ്റൽ സൂപ്പർ. ഓ എന്നുവെച്ചാൽ അത്രയും സാധനം
നമ്മളെ തലച്ചോറിലേ കറക്റ്റ് മീറ്ററിൽ വരണ്ടേ, ആണ്. കുറച്ച് പാടാണ്, അഭ്യാസമാണ്. എന്തായാലും ഒരു ഭാഗ്യം. ഒറിജിനൽ ഈണം ഒന്ന് പാടുവോ? കുറച്ച് പൈസമൊക്കെ കിട്ടിക്കണ്, ഞമ്മള് സ്വപ്നം കണ്ടിക്കണ്, ചികിടം മൊബൈല് വാങ്ങിക്കണ്, ഞെക്കി കുത്തി ഹലോ ഒന്ന് പറഞ്ഞിക്കണ്, ആരാന്ന് ചോദിച്ചിക്കണ്, കളിപ്പിക്കേണ്ട മൊയന്തേന്ന് കേട്ടിക്കണ്, ബറച്ചിട്ട് മൊബൈല് വീണിക്കണ്, പൊട്ടിട്ടില്ല പടച്ചോൻ കാത്തിക്കണ്, സൂറാക്ക് വിളിച്ചിക്കണ്, ഓളെ കെട്ടിയോന്നതറിഞ്ഞിക്കണ്, കണ്ണുമുറും ചില്ലാക്കും പറഞ്ഞിക്കണ്, ഞമ്മള് വെറുതെ ഇരുന്നിക്കണ്, തെങ്ങുമ്മ കേറിക്കണ്, റേഞ്ചിന് മട്ടൽമ തൂങ്ങിക്കണ്, മുട്ടും കുത്തിക്ക് പൊട്ട് വീണിക്കണ്, നമ്മൾ വന്നിക്കണ്, കണ്ടിക്കണ്, നിങ്ങളെ കണ്ടിക്കണ്, നമ്മൾ കിണ് വെച്ച് പാടിക്കണ്, ഇടയ്ക്ക് എന്നൊരു ബേസിലൊരു സൗണ്ടും കേട്ടിക്കണ്. അത് കട്ട് ചെയ്തേക്കണേ എന്ന് ഞാൻ പറയൂല. അത് കട്ട് ചെയ്യണ്ടെന്ന് രജനീഷ് ചേട്ടൻ പറഞ്ഞേക്കണം. ശരിക്കും ടോ ചെയ്യുന്ന സമയത്ത് ഇന്ദ്രൻ സേട്ടനെ പോലെ ഒരു ആർട്ടിസ്റ്റിനെ വെച്ചാണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. അത് ഒരു രസമുള്ളൊരു പരിപാടിയാണ്. അന്ന് അതുകൊണ്ടുകൂടെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്. കാരണം ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഒരു ഇത് കിട്ടും. അപ്പം ആൽബംസ് തകർത്തിരുന്ന ഒരു കാലഘട്ടവും കൂടിയാണ്. സൂര്യ ടിവിയുടെ പരിപാടിയിൽ, കിരൺ ടിവിയിലും മറ്റുമൊക്കെ ഈ ആൽബംസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്ന ടൈമും കൂടെയാണ്. അപ്പം അതിന്റെ ഭാഗമാവുന്നവരെയൊക്കെ അന്ന് കണ്ടവരൊന്നും ഒരു കാലഘട്ടത്തിൽ മറക്കില്ല. എന്ന് വെച്ചാൽ അന്ന് അതേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നിപ്പോ ഒരുപാട് ചോയ്സസ് ഉണ്ടല്ലോ. അന്നിപ്പോ നിങ്ങൾ കാണിക്കുന്നത് എന്താണോ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക, അത്രേ ഉള്ളൂ. നിങ്ങളാണ് രാജാക്കൾ. അപ്പൊ ആ കാലം കൂടെ ഇന്ദ്രൻ ചേട്ടൻ എങ്ങനെയാണ് ഈ പ്രൊജക്ടിന്റെ ഭാഗമാവുന്നത്? കിണ് ഹിറ്റായി കഴിഞ്ഞപ്പോ നമ്മുടെ സത്യം ഓഡിയോസ് ഇല്ലേ, പ്രേമേട്ടൻ ഗൾഫിലുള്ള റെഫ് ഓഡിയോസിന്റെ ആൾക്കാരെ വിളിച്ചിട്ട് എൻ്റെ നമ്പർ കളക്ട് ചെയ്ത് എന്നെ കാണാൻ വരാൻ വേണ്ടി പറഞ്ഞ് പ്രേമേട്ടനെ പറഞ്ഞപ്പോൾ കിണ് പോലത്തെ ഒരു വർക്ക് വേണമെന്ന് പറഞ്ഞു. ഇപ്പം നമുക്കൊരു ഹിറ്റ് കിട്ടിയാൽ അതുപോലെ ഒരു ഹിറ്റ് ഒരിക്കലും നമുക്ക് കിട്ടില്ല. ചിലതൊക്കെ സംഭവിച്ചു പോകണതാണ്. പക്ഷെ നമുക്ക് ചിന്തിച്ചെടുത്തിട്ട് മറ്റൊരു ഹിറ്റ് ഉണ്ടാക്കിയെടുക്കാം എന്ന് മാത്രം. അപ്പം അതേപോലത്തെ ആ സമയത്ത് ആലോചിച്ചിട്ട് കൂടുതലൊന്നും കിട്ടാണ്ടായപ്പോൾ ഈ വർക്ക് പോവും ചെയ്യരുത്, അങ്ങനെയാണ് ഈ ടോ വരുന്നത്. അപ്പോൾ പെൻഡിങ് വർക്ക് ഉണ്ടാവും. ഇതെനിക്ക് കിട്ടിയതെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരം ഭാഗത്ത് എന്തോ പ്രോഗ്രാമിന് പോയപ്പം ഒരു റേഡിയോ ജോക്കി സംസാരിച്ചാണ്. പിന്നെ ഓക്കെ ഇനി വിളിക്കണം കേട്ടോ, പിന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ, പിന്നെ അപ്പോൾ എല്ലാത്തിലും ടോ വന്നു. അപ്പം ഞാൻ ഇപ്പോൾ കോഴിക്കോട് നമ്മൾ കിണ് പോലെ തന്നെ സംസാരിക്കണം, കണ്ടുകണ് കേട്ടോ, കിണിൻ്റെ കൂടെ ടോ, കണ്ടുകണ് കേട്ടോ, വന്നുകണ് അല്ലെങ്കിൽ കൊടുത്തുകണ് കേട്ടോ. അപ്പോൾ ഇത് തിരുവനന്തപുരത്തുള്ള ഒരു റേഡിയോ ജോക്കി സംസാരിക്കുമ്പം അപ്പോൾ ഇതെല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അങ്ങനെയാണ് വീണ്ടും എന്നെ പോലത്തെ ഭ്രാന്തായിട്ടുള്ള ടി കവറിൻ്റെ അടുത്ത് പോകണം, ആ ടോ വെച്ചിട്ട് പാട്ട് എഴുതിക്കണം. അതിനകത്ത് ഇന്ദ്രൻ സെട്ട് വരാൻ കാരണം ഞാൻ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാളെ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, പുട്ടിന് തേങ്ങ നിറച്ച് കിട്ടോ, കൂട്ടാൻ കടലക്കറിയാണ് കിട്ടോ, വിളമ്പിയപ്പം അത് കഞ്ഞായി കിട്ടോ, ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടി കിട്ടോ, ഫൈൻ 500 കിട്ടി കിട്ടോ, ഹെൽമെറ്റിന് 300 ഉള്ളൂ കേട്ടോ. അന്ന് നമ്മൾ അതിലൂടെ പറഞ്ഞത് അന്ന് ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിക്കഴിഞ്ഞാൽ 500 രൂപ ഫൈൻ കിട്ടും. അന്ന് 10-300 രൂപ കൊടുത്താൽ ഹെൽമെറ്റ് വാങ്ങാൻ കിട്ടും. അതുകൊണ്ട് നീ ഫൈൻ അടയ്ക്കേണ്ട, ഹെൽമെറ്റ് വെച്ചോ. ഒരു ബോധവൽക്കരണം, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളാണ് അതിനകത്ത് ചെയ്തത്. അപ്പോൾ ഒരു സ്ഥലത്ത് ഞാൻ പാടിയെടുത്ത് പിന്നെ പൂവങ്കോഴി കൂകി കിട്ടോ, കൂക്കിന് ഞാളെ എണീച്ച് കിട്ടോ, കട്ടൻ ചായ കുടിച്ച് കിട്ടോട്ടോ, ഇത് ഫൈനൽ മിക്സ് ചെയ്ത് വന്നപ്പോൾ ഇന്ദ്രൻ ചേട്ടൻ്റെ സൗണ്ട് പോലെ വന്ന്. അപ്പോൾ അവിടെ ലഡു പൊട്ടി. ഇന്ദ്രൻ ചേട്ടനെ കിട്ടി. അപ്പോൾ ഇന്ദ്രൻ ചേട്ടന് എങ്ങനെ കണക്ഷൻ ഉണ്ട്, പരിചയമുണ്ട്. എനിക്ക് ഇന്ന് നിങ്ങളെ മുന്നിലിരിക്കുമ്പോൾ കിട്ടിയ അതേ സന്തോഷമാണ് അവിടെയും കിട്ടിയത്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് സുൽഫിക, പുള്ളിയെ ബഹ്റൈനിൽ വെച്ചിട്ട് ഇന്ദ്രൻ ചേട്ടൻ അവർ കൂട്ടാണ്. കണ്ടു കഴിഞ്ഞപ്പോൾ കിണ് പുള്ളിയുടെ നാട്ടുകാരനാന്ന് പറഞ്ഞപ്പം എന്നെ ഭയങ്കര ഇഷ്ടമാണ്, പുള്ളി ആ പാട്ടിൻ്റെ ഫാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കോഴിക്കോട് വെച്ച് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം കാണാൻ ഇടയായി. അവിടെ നിന്നും എൻ്റെ അടുത്ത് ലൈവായിട്ട് പറഞ്ഞു, ഞാനും എൻ്റെ ഫാമിലിയൊക്കെ ആ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ. അത് കേട്ടോടുകൂടി തന്നെ ഞാൻ കാരണം ഇന്ദ്രൻ ചേട്ടനെ പോലത്തെ ഒരാളത് പറയുമ്പോൾ അപ്പോൾ കെട്ടിപ്പിടിച്ച് കോഴിക്കോട് സാസോ റെസിഡൻസിൽ വെച്ചിട്ട് അത് കഴിഞ്ഞപ്പോൾ ഈ വർക്കിനകത്തേക്ക് ഞാൻ അഭിനയിക്കാൻ വരുമെന്ന് ചോദിച്ചു. പക്ഷേ രജനീഷ് ചേട്ടാ ഒന്നും പറയാനില്ല കേട്ടോ, ഇപ്പോഴല്ലേ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരുപാട് സംഭവങ്ങൾ അറിയാൻ തുടങ്ങി. പക്ഷെ എന്നെ സംബന്ധിച്ച് ഞാൻ അന്ന് അറിഞ്ഞിട്ടുണ്ട്. ഒരു സാധാ ഒരു കലാകാരനെ പോലെ വന്ന് പൈസ പോലും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. പിന്നെ എനിക്ക് തന്ന സ്നേഹം, പരിഗണന, പുള്ളിയുടെ ഇടയിൽ ഞാൻ വലിയ ആർട്ടിസ്റ്റും പുള്ളി അങ്ങനെ ശരിക്കും എൻ്റെ പ്രാർത്ഥനയിൽ മൂപ്പരുണ്ടാവും. കാരണം അന്ന് ചെറിയൊരു കലാകാരനായിട്ടുള്ള എന്നെ വലിയൊരു കലാകാരനായിട്ടുള്ള ആ ഒരു വ്യക്തി സഹായിച്ചതിൽ ഒരുപാട് ദൈവാനുഗ്രഹം ഉണ്ടാവും. കാരണം അതിലും വലുത് എനിക്ക് പറയാനില്ല. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാവുന്നത്. ആ വർക്കിനകത്ത് മിസ്റ്റർ ഇന്ത്യ പട്ടം അടിച്ച ആളാണ് അതിനകത്ത് പിന്നെ അഭിനയിക്കാൻ വന്നത്. പിന്നെ ഒരു സാബിത്ത്, ഇവരൊക്കെ ജിംനേഷ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അങ്ങനെയാണ് ആ ഒരു വർക്ക് ഉണ്ടാവുന്നത്. അത് കിരൺ ടിവിയിൽ എന്താ പറയുക, ഫുൾ ടൈം അൺലിമിറ്റഡ് ആയിരുന്നത് ആ ഒരു പാട്ട്. നിങ്ങൾ നേരത്തെ പറഞ്ഞ നിർത്തടയെന്ന് പറയാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ കണ്ടുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടുന്നുണ്ടായിരുന്നില്ലേ? നല്ല സെറ്റായിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു ലൈഫാണ്. കാരണം ഞാൻ
8ാം ക്ലാസ് കഴിഞ്ഞ്, എൻ്റെ ഫാദർ ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട്, തലശ്ശേരിക്കാരനാണ്. 8ാം ക്ലാസ് കഴിഞ്ഞ് പിന്നെ 10ാം ക്ലാസ്സിലേക്ക് സാമൂതിരി ഹൈസ്കൂളിലേക്ക്, ടൗണിലാണ്, സിറ്റിയുടെ നടുക്കാണ്, ആ സ്കൂളിലേക്ക് ചേക്കേറി. സാമ്പത്തിക പ്രയാസം ബുദ്ധിമുട്ടൊക്കെ കാരണം ഉമ്മയുടെ എളാപ്പയുടെ കൂടെ പച്ചക്കറി മാർക്കറ്റിലേക്ക് വൈകുന്നേരം സ്കൂൾ വിട്ടിട്ട് യൂണിഫോം അയച്ചിട്ട് കളർ ഡ്രസ്സ് ഇട്ടിട്ട് പോകും. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് 10ാം ക്ലാസ് കഴിയുമ്പോഴത്തേക്ക് ഈ എക്സിബിഷനിലേക്ക് അനൗൺസ് ചെയ്യാൻ പോകും. പേര് കേട്ട പന്തൽ കോൺട്രാക്ടർ ഉംറാസ് എൻ്റർപ്രൈസസ് അവരുടെ മകനാണ് എന്നെ കൊണ്ടുപോയതൊക്കെ. അങ്ങനെയാണ് ഈ അനൗൺസ്മെൻറ്റിനോട് ഇഷ്ടം വരുന്നത്. കുറേ ഡബ്ബിങ് ആർട്ടിസ്റ്റും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാറുന്ന അവിടുന്ന്. അങ്ങനെ അവിടുന്ന് ഫ്രൂട്ട്സ് കച്ചവടം ചെയ്ത് പിന്നെ പുതിയ സ്റ്റാൻഡിലേക്ക് മാറി. പിന്നെ എനിക്ക് ഒരു ഓട്ടോ എടുത്ത് തന്ന്, പിന്നെ ഓട്ടോറിക്ഷ ഡ്രൈവറായി. സത്യം പറഞ്ഞ ഒരു സിറ്റിക്കകത്ത് തന്നെയാണ് മൊത്തം ലൈഫ് ചെറുപ്പം മുതലേ. അവിടുന്ന് പിന്നെയാണ് ദിൽഹെ ഫാത്തിമ. അതിൻ്റെ മുന്നേ കുറച്ച് കാസറ്റുകളൊക്കെ ഇറക്കിയിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കളും ചേർന്നിട്ടൊക്കെ, പരാജയമൊക്കെ ആയിരുന്നു അത്. അതിൽ ദിൽഹെ ഫാത്തിമ ഇറക്കിയോട് കൂടിയിട്ടാണ് വില്യന് സജേട്ടൻ എനിക്ക് എൻ്റെ ലാഭത്തിൽ നിന്ന് എനിക്കൊരു കട വാങ്ങിത്തരുന്നത്. എൻ്റെ കാശിന് തന്നെ എനിക്കൊരു കട എടുത്തു തന്നു. അവിടെ മുതൽ പിന്നെ വർക്കുകളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോയി. അദ്ദേഹത്തോട് ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കോഴിക്കോട്ടൻ എന്നൊരു ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം തന്നിട്ടുണ്ട്. നമ്മുടെ ലൈഫൊക്കെ അങ്ങനെയാണ്. അത് തന്ന് പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പം പിന്നെ മികച്ചത് ചെയ്യാം എന്നുള്ളതാണല്ലോ. നമ്മൾ പിന്നെ സ്വപ്നം കാണാൻ തുടങ്ങും, ഇന്ന സ്ഥലത്ത് എത്താൻ തുടങ്ങും. അങ്ങനെ പിന്നെ ഷോകൾ കൂടി, സ്റ്റേജ് ഷോകൾ കൂടി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് ഇറക്കാനുള്ള ആഗ്രഹങ്ങൾ വന്നു. പിന്നെ അതിന് ശേഷം തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. സാമ്പത്തികമായിട്ടും ലൈഫിൽ ഫ്ലൈറ്റ് യാത്ര, ഗൾഫ് യാത്ര, വലിയ വലിയ റൂമുകൾ, ജീവിതത്തിൽ ഫുട്പാത്തിൽ 10-12 മണിക്കൂർ വെയിൽ കൊണ്ടിട്ട് നിന്ന കുറേ കാലങ്ങൾക്ക് പടച്ചോൻ തന്ന ഒരു എന്താ പറയുക ഗിഫ്റ്റ്, ദുനിയാവിലെ സ്വർഗം. പിന്നെ ചെയ്ത വർക്ക് ഷാൻ റഹ്മാനാണ് ഓർക്കസ്ട്ര ചെയ്തത്. അങ്ങനെ ഒരു ഫുട്ബോൾ ബേസ് ചെയ്തിട്ടുള്ള അന്ന് ആൽബം ടീം മൊത്തം അണിനിരന്നിട്ട് ഒരു ഫുട്ബോൾ പാട്ട് മലയാളം ചെയ്ത് വിക്കി മാർട്ടിന്റെ പാട്ടെടുത്ത് മലയാളത്തിൽ ചെയ്തു. അതിന്റെ പേര് ദിൽഹെ താജ്. ഓർമ്മയുണ്ട്? അടിപൊളി. അല്ല, അത്യാവശ്യം പഠിക്കണ്ടേ? അത് വേണം, പഠിച്ചിട്ട് വരണ്ടേ? ഇത് പഠിച്ച്. അപ്പൊ അങ്ങനെ പിന്നീട് ലൈഫ് മൊത്തം ഹാപ്പിയാണ്. പക്ഷെ അന്ന് 15 വർഷം കിട്ടേണ്ടിയിരുന്ന പ്രോത്സാഹനങ്ങൾ, ഇഷ്ടം, സ്നേഹം അതെനിക്ക് 2025 കിട്ടിയത്. അതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട്. കാരണം എനിക്ക് വന്ന കോളുകൾ, മെസ്സേജുകൾ ഞാൻ പ്രതീക്ഷിക്കാത്ത യുകെന്ന് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ പല ഫാമിലീസും വിളിച്ചിട്ട് മെസ്സേജ് അയച്ചിട്ട് എല്ലാവർക്കും റീപ്ലൈ കൊടുത്തു. കാരണം ഇതെനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടിയ വലിയൊരു അംഗീകാരം. എൻ്റെ വിജയത്തിൻ്റെ പിന്നിൽ ഓഡിയൻസ് തന്നെയാണ്. ഇന്നത്തെ സോഷ്യൽ മീഡിയയും പണ്ട് കാസറ്റ് വാങ്ങിയവരും CD വാങ്ങിയവരും നമ്മളെ ഇഷ്ടപ്പെടുന്നവരും ഇഷ്ടപ്പെടാത്തവരൊക്കെയാണ്. അപ്പോൾ അവരോടൊക്കെ തിരിച്ച് സംസാരിക്കണം എന്ന് തോന്നി മെസ്സേജ് ചെയ്യുന്നവർക്കൊക്കെ റീപ്ലൈ ചെയ്തു. അപ്പം അതിനകത്ത് തന്നെ അവർ വണ്ടറായിട്ട് തിരിച്ചിട്ട് അയ്യോ നിങ്ങളൊക്കെ റീപ്ലൈ ചെയ്യോ? ഞാൻ പറഞ്ഞു നിങ്ങളല്ലേ ഇപ്പോൾ രണ്ടാമത് എന്നെ വന്നു കഴിഞ്ഞപ്പോൾ നിങ്ങളുടെ സ്നേഹം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റി, എനിക്ക് അവസരങ്ങളുണ്ട് കൂടി, അതിൻ്റെ എല്ലാത്തിൻ്റെ അവകാശികൾ അവർ തന്നെയാണ്. നമുക്ക് കുറച്ച് കഴിവുണ്ടെങ്കിൽ നമ്മളെ പൊക്കാൻ സോഷ്യൽ മീഡിയയിൽ നമ്മളെ ഇഷ്ടപ്പെടുന്ന കലയെ ഇഷ്ടപ്പെടുന്നവർ മതി. ആർക്കും ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് വിചാരിച്ചവർക്ക് വരെ വരാൻ പറ്റുമെന്ന് എനിക്ക് ബോധ്യമായി. അതിന് പ്രോത്സാഹനം ഓഡിയൻസ് തന്നെയാണ്. നമ്മുടെ കഴിവൊന്നും അവരുടെ മുന്നിൽ ഒന്നുമല്ല. എന്തുകൊണ്ടും നമ്മളൊക്കെ അവരുടെ ദത്തുപുത്രന്മാരാ, ഓഡിയൻസിന്റെ. നമ്മളെക്കാൾ വലിയ കലാകാരന്മാർ അവർ തന്നെയാണ്. ഇപ്പൊ വീണ്ടും സ്റ്റേജിലേക്ക് വരുന്നതിന് ഇപ്പൊ വിനീത് ശ്രീനിവാസനുമായിട്ട് ഒരു സ്റ്റേജ് പങ്കിടുന്ന ഞാൻ കണ്ടായിരുന്നു. അത് കുറച്ചു കാലം മാറി നിന്നിട്ട് എങ്ങനെയാ പെട്ടെന്ന് സ്റ്റേജിലേക്ക് വീണ്ടും തിരിച്ചു വന്നത്? ഞാൻ മൊത്തത്തില് കലാകാരൻ എന്നുള്ള കുപ്പായ അഴിച്ചു വെച്ചാണ്. വേണ്ട, ഇനിയുള്ള ലൈഫ് സാധാ സീത, എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കണം, എൻ്റെതായിട്ടുള്ള ഇഷ്ടങ്ങളുള്ള പണികളൊക്കെ ചെയ്ത് ഞാൻ മുന്നോട്ട് പോകണമുണ്ട്. എന്നെ വിനീതിൻ്റെ കൂടെ എത്തിച്ചത് ഞാൻ കോഴിക്കോട് നിന്ന് ഒരു 5 വർഷം മാറി നിന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം എല്ലാ ഫീൽഡിലും അവരവരതായ മത്സരങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും വന്നു കഴിഞ്ഞപ്പം എൻ്റെ തട്ടകം ഞാൻ കൊല്ലത്തേക്ക് മാറ്റി. കൊല്ലത്ത് എനിക്ക് നല്ലൊരു അവസരം തന്നപ്പോൾ നൗഫൽക്ക, നമ്മുടെ AM നസീറിൻ്റെ അനിയൻ, ആ പുള്ളിയാണ് എന്നെ ഒരു മാപ്പിളപ്പാട്ട് സിംഗർ എന്നതിനപ്പുറത്തേക്ക് വലിയ വലിയ വേദികൾ നിന്ന്. ആങ്കറിങ് ഭയങ്കര ഇഷ്ടമാണ്, തുടക്കം മുതലുണ്ട്. ആ ആങ്കറിങ്ങിനോടൊപ്പം തന്നെ ഈ കിണു പാടാൻ തുടങ്ങി. അത് പുള്ളിക്ക് കൂടുതലായിട്ട് ഇഷ്ടമാവും. സ്റ്റേജിൽ ഞാനതൊരു ബെറ്റ് വെച്ചിട്ട് 1 ലക്ഷം രൂപ ബെറ്റ് വെച്ചിട്ടാണ് പാടുക. എനിക്ക് പാടാൻ പറ്റിയില്ലെങ്കിൽ 1 ലക്ഷം രൂപ തരും എന്നൊക്കെ പറഞ്ഞ് അതൊക്കെ വിജയിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ പുള്ളിക്ക് ഹാപ്പി. പുള്ളിയുടെ വീട്ടിൽ തന്നെയായിരുന്നു. ശരിക്കും എന്നെ സാമ്പത്തികമായിട്ട് പിന്നീട് നോക്കിയതും എനിക്ക് അതിലൂടെ ഒരു വരുമാനം തന്നതും ഒക്കെ പുള്ളിയാണ്. പിന്നെ വിനീതേട്ടൻ്റെ ഷോയ്ക്ക് കയറുക ഒരു സിനിമ കാണുന്ന രീതിയാണ് വിനീതേട്ടൻ്റെ ഷോ. നമ്മൾ സിനിമയെ കാണുന്ന വിനീത ശ്രീനിവാസനല്ല. ശരിക്കും ഞാൻ ആ പുള്ളിയുടെ ഫാനാണ്. ആ പ്രോഗ്രാമിൽ പോയാൽ എനിക്ക് കിട്ടുന്ന എനർജി എനിക്ക് അപ്പോൾ ആ പ്രോഗ്രാമിൽ പോയാൽ അയാളെ മാറി നിന്ന് ഞാൻ ശ്രദ്ധിക്കും, പാട്ടുകൾ കേൾക്കും, ആസ്വദിക്കും. അങ്ങനെ പിന്നെ സ്ഥിരമായി പോയി. അതിലൂടെയാണ് കുറേ സാമ്പത്തികമായിട്ട് എനിക്ക് കുറേ മാറ്റങ്ങളും ഗൾഫ് ഷോക്കൊക്കെ കിട്ടി തുടങ്ങി വിനീതേട്ടൻ്റെ. അതേ വിനീതേട്ടനും അതേ നൗഫലിക്കും തന്നെയാണ് രണ്ടാമതും ബേപ്പൂർ ഫെസ്റ്റിന് എന്നെ കൊണ്ട് ആങ്കർ ചെയ്യിച്ചത്. ആങ്കർ ചെയ്ത സമയത്ത് പാട്ട് പാടണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കോൺഫിഡൻ്റ് ഇല്ല, ചിലപ്പോൾ പൊട്ടിപ്പോവും.
പക്ഷെ അവരെന്താ ഉദ്ദേശിച്ചെന്ന് എനിക്കറിയില്ല. അത് പടച്ചവൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഗിഫ്റ്റ് ആണെന്ന് അറിയില്ല. അവിടെ ഞാൻ ആങ്കർ ചെയ്തു. എൻ്റെ പണി തീർത്ത് ഞാൻ റൂമിലേക്ക് ഇരുന്ന് കഴിഞ്ഞപ്പോൾ വീണ്ടും അവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയപ്പം വീണ്ടും സ്റ്റേജിൽ വന്നിട്ട് സംസാരിക്കേണ്ടതെന്ന് പാട്ടിനേക്കാൾ കൂടുതൽ അന്ന് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു സംസാരത്തിൽ അവിടെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ളൊരു വേദിയായിരുന്നു അത്. അവിടെ ഒരു പ്രശ്നം പ്രയാസവും ഇല്ലാണ്ട് ആ പ്രോഗ്രാം തീർക്കാൻ പറ്റിയതിൽ ഒരു അവതാരകൻ എന്ന രീതിയിൽ എനിക്ക് എന്തോ പടച്ചോനൊരു ഗിഫ്റ്റ് തന്നു. സംസാരിക്കാനും അതിനേക്കാൾ അപ്പുറത്ത് ഞാൻ പറഞ്ഞതൊക്കെ ആളുകൾ അനുസരിച്ച് എന്നുള്ളതാണ്. ക്രൗഡ് കൂടുതലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഉള്ള പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. സാധാരണ ഉണ്ടാവാറുള്ള അത് ബേപ്പൂർ ഫെസ്റ്റ് സീസൺ 4 ആണ്. അത് ഓരോ വർഷം കഴിയുമ്പോഴും ഭയങ്കരമായിട്ടും കോഴിക്കോട്ടുകാരല്ല ശരിക്കും കേരളം മൊത്തമുള്ള ആളുകൾ അവിടത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ സ്ഥലം ചെറുതാണ്. ഒരു 10 ബീച്ചിൽ കൊള്ളേണ്ട ആളുകളാണ് അന്ന് ഒരൊറ്റ സ്പേസിലേക്ക് വന്നത്. ശരിക്കും അവിടെ മരണം നടക്കേണ്ടതായിരുന്നു അന്നത്തെ ആ ഒരു സംഭവം. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട് നല്ല തക്കതായിട്ടുള്ള പോലീസുകാരുടെയും വളണ്ടിയേഴ്സിൻ്റെയും സംഘാടകരുടെയൊക്കെ ഇടപെടലുകൾ കൊണ്ട് അത് ഒന്നും സംഭവിക്കാണ്ട് വിജയിച്ച് പിരിയാൻ പറ്റി. അതിന്റെ ഒരു ഭാഗമായതിൽ ഞാൻ സന്തോഷിച്ചു. അപ്പൊ ആ ഒരു സ്റ്റേജിൽ എന്നെ ആങ്കറിന്റെ ഒരു മിടുക്കും കൂടെ ഉണ്ട്, എളിമ കൊണ്ട് പറയാത്തതാണ് കേട്ടോ. അല്ലേ ദൈവിക പഠിച്ച നമുക്ക് തന്ന ഗിഫ്റ്റ് അത്രയുള്ള. വർത്താനം പറഞ്ഞ ആൾക്കാരെ സ്വാധീനിക്കാന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. നിങ്ങൾ പറഞ്ഞപ്പോ നിങ്ങളുടെ ഒരു ഇന്നസെൻസ് ഒക്കെ ആയിരിക്കാം ആൾക്കാർക്ക്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മളെ തെറി പറയുന്നവരുണ്ടാവും സ്റ്റേജിൽ നിന്ന്. എന്നെ സംബന്ധിച്ച് ഞാൻ തിരിച്ചു പറയില്ല, താങ്ക് യു മുത്തേ പറയും. ചിലപ്പോൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കാണുന്നുണ്ടാവും. പിന്നെ അദ്ദേഹം ഉപയോഗിക്കുന്ന വാക്ക് അത് അദ്ദേഹത്തിന്റെ കൾച്ചറായിട്ട് ബന്ധപ്പെട്ടാണ്. തിരിച്ച് നമ്മളത് പറയുമ്പം ആ ഒരാളെ തിരിച്ചു പറയുമ്പോൾ ആയിരക്കണക്കിന് ആളുകളെ പറഞ്ഞതിന് തുല്യമാണ്. മാക്സിമം മിണ്ടാണ്ടിരിക്കുക. ഞാൻ അതെൻ്റെ കൂട്ടുകാരൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു എന്താണ് നീ തെറി പറഞ്ഞിട്ട് തിരിച്ചു പറയാത്തതെന്ന് വെച്ച് ഞാൻ ഒരു ഇത് കേട്ടാലും 5000 കിട്ടൂലെന്ന് വെച്ചു. അന്നത്തെ ഇല്ല, കാരണം മറ്റേതൊക്കെ പോവും, അതും പോവും ഇതും പോവും, മൊത്തം പ്രശ്നവും. സൈലന്റ്. അവൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പം മറ്റേ പാട്ട് എന്നെ ഒന്ന് പ്രേമിച്ചാൽ എന്തടി പൊങ്കരളേ അസാനല്ലേ? ഈ പാട്ട് നിങ്ങൾ ഇപ്പൊ ഈ വരി എടുത്ത് പാടണമെങ്കിൽ ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ട് കാരണം അതിന്റെ ഇടയ്ക്കുള്ള വരിയാണ്. പക്ഷെ വരി ഞാൻ മറന്നുപോയിട്ടുണ്ട്. ഇടയ്ക്കുള്ളത് എടുത്തിട്ട് പറയുമ്പോൾ കുറച്ച് പണിയല്ല. നമ്മൾ പഠിച്ചൊരു പുസ്തകത്തിൽ നിന്ന് ഫസ്റ്റും കിട്ടും ലാസ്റ്റും കിട്ടും. അതിന്റെ നടുക്കുന്ന കിട്ടണമെങ്കിൽ സമ്മതിച്ച്. അല്ല, അത് നടുക്കുള്ളതാണ് നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നത്. മർമ്മോ നമ്മളുടെ മുന്നിലിരിക്കുന്നവർക്ക് അത് ഓർമ്മയുണ്ടാവും. അതെ അതെ, അത് എനിക്കിപ്പോ ഫസ്റ്റ് ഓർക്കുമ്പോൾ മണ്ണും മഴയാണോ എന്നൊക്കെ ഉള്ളത് ഇങ്ങനെ റീകളക്ട് ചെയ്യേണ്ടി. മറ്റേന്ന് വെച്ചാൽ അങ്ങനെയല്ല, അത് കിടപ്പുണ്ട്. അത് നമ്മൾ അന്ന് കേട്ടത് ഒന്ന് റീകളക്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് കിട്ടുന്ന ഒരു സാധനമാണ്. ആ പാട്ട് ഉണ്ടാവാൻ കാരണം അന്ന് ഞാൻ മിമിക്രി ഷോയ്ക്ക് പോകുന്നുണ്ട്. പാട്ട് ക്ലിക്കായിട്ടുണ്ടെങ്കിലും ഭയങ്കരമായിട്ട് പോകുന്നുണ്ട്. എടപ്പാൾ ഒരു ക്ലബിൻ്റെയോ ക്ഷേത്രത്തിൻ്റെ പ്രോഗ്രാമിന് പോണ സമയത്ത് ഞാൻ കയറിയ വണ്ടിക്കകത്ത് കൊട്ടാരമുറ്റത്തെ പൂക്കളടർന്ന് മാനത്തെ മാരിവില്ലെങ്ങു നിറഞ്ഞ് നെത്തന്നം പാറുന്ന കാറ്റിൽ മറഞ്ഞ് കാറ്റിൽ മറയുന്ന രാമനെ കണ്ട് കൺകുളിരല്ലേ കാവനല്ലേ എന്നിൽ വരില്ലേ ശ്രീരാമ നെഞ്ചിനുള്ളിൽ നീയിരിപ്പുണ്ട് നവിച്ചിടല്ലേ ദിനാ. ഈ പാട്ടിട്ട് അപ്പോൾ ഞാൻ കത്തി. ഞാൻ എൻ്റെ കടയിൽ എപ്പോഴും ഈ പാട്ടിടും. അപ്പോൾ ഞാൻ ആരോടും വന്ന് പറഞ്ഞു ഈ ട്യൂണിന് എന്തോ ഒരു മാസ്മരികതയുണ്ട്. അടുത്ത ഷോയ്ക്ക് പോവാണ് ഷാഫിയുടെ കൂടെ. ഷാഫിയെ പുതിയൊരു കൺസെപ്റ്റ് കിട്ടിയിട്ട് പറഞ്ഞു. എന്താ മോനെ പറയുമായിരുന്നു, ഇന്നതാണ് ട്യൂണ്, അതായത് നല്ല ട്യൂണാണല്ലോ, എന്താ വിഷയം വേണ്ടെന്ന് വെച്ച് ഹോട്ടലിൽ കയറി. ഞാൻ പറഞ്ഞു പ്രേമം, പ്രണയത്തെ കുറിച്ചിട്ടാണ് വേണ്ടത്. പക്ഷേ ഷാഫിക്ക് ഒരു വല്ലാത്ത കഴിവുണ്ടായിരുന്നു. എന്താണോ പറയണത് നമ്മൾ ഉദ്ദേശിച്ചതിൻ്റെ ഡബിൾ അവൻ്റെ മൈൻഡിൽ കത്തി കറങ്ങിയിട്ട് സ്പോട്ടിൽ തന്നെ ഇട്ട് അപ്പം തന്നെ പാടി തന്നെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പോട്ടിൽ പാട്ട് എഴുതി തരാറുണ്ട് പല പാട്ടുകളും. അന്ന് പാടി എഴുതി തന്ന പാട്ടാണ് മണ്ണും മഴയും പ്രേമിക്കുന്നേരം കാറ്റും മരവും. അത് എഴുതി കഴിഞ്ഞപ്പം നേരെ ഓർക്കസ്ട്ര ചെയ്യാൻ വേണ്ടി ശശി കൃഷ്ണ ഗിറ്റാറിസ്റ്റ് പുള്ളി ചെയ്ത് കുറച്ച് റാപ്പ് വെർഷനും കാര്യങ്ങളൊക്കെ കയറ്റി നമ്മൾ ഗുണ്ടൽപേട്ട പോയി ഷൂട്ട് ചെയ്തു. ആ പാട്ട് ഇറങ്ങലും അതിൻ്റെ ഡിസൈനിങ് ഒക്കെ അന്ന് എറണാകുളത്ത് വന്നിട്ടാണ് ചെയ്യുക. ഇവിടെയാണ് ലാബിൽ പ്രിൻറ്റിങ്, കാസറ്റ് സംഭവങ്ങൾ ക്രിയാന് കാര്യങ്ങളൊക്കെയാണ്. ഈ കാസറ്റ് ഇറങ്ങിയ സമയത്ത് തന്നെ ഓട്ടോക്കാർ ഏറ്റെടുത്ത്. അന്ന് ഓട്ടോക്കാർക്ക് വേണ്ടിയിട്ട് അതിൽ ബൂമിട്ട് അത് ഏറ്റെടുത്ത് പാട്ട് ക്ലിക്കായി കാസറ്റ് ചിലവാകാൻ തുടങ്ങി. വീണ്ടും നമ്മൾ അപകടത്തിലേക്ക്, അടുത്ത ഹിറ്റ്. അത് കഴിഞ്ഞ് ഒരു ക്ലബ്ബിൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഒരു ക്ലബിൻ്റെ പരിപാടിക്ക് പോയപ്പോൾ പോലീസുകാർ വരുന്നു എൻ്റെ അടുത്ത്, ഷാപ്പിൻ്റെ അടുത്ത്, ഈ പാട്ട് പാടാൻ പറ്റില്ല, ഇതിനെതിരെ ഇങ്ങനെ ഒരു പരാതി ഉണ്ട്, ഇതിൽ പ്രശ്നങ്ങൾ എന്ന് പറയും. അതിൽ രണ്ടുപേരും ശരിക്കും ഷോക്കായി പോയി, ഇതെന്താ വിഷയം എന്നുള്ളത്. അപ്പം നമ്മൾ നോക്കിയപ്പോൾ പരാതി കാണിച്ചെന്ന്, സംഭവങ്ങൾ കാണിച്ചെന്ന് നമ്മൾ പറയാണ്. അന്ന് വല്ലാത്ത ചങ്കൂറ്റാന്ന്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ഏറ്റെടുക്കും. ഷാഫിയും പറഞ്ഞു, ഞാനും പറഞ്ഞു. ആ പാട്ട് പക്ഷെ നമ്മൾ അവിടെ പാടി, ഒരു വിഷയം ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഈ പാട്ട് പ്രാദേശിക ചാനലിലൊക്കെ പ്ലേ ചെയ്യാൻ വേണ്ടി കൊടുത്തപ്പം അത് അടിച്ചു പൊളിക്കും, വ്യാജ കോളുകളും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇപ്പം അതൊക്കെ പിടുത്തം കിട്ടി, എന്തായിരുന്നു അതിൻ്റെ പിന്നിലുള്ള സംഭവങ്ങൾ. പക്ഷേ ഹിറ്റാവേണ്ട പാട്ട് ഹിറ്റാവുക തന്നെ ചെയ്തു. ഇന്നും ആ പാട്ട് എടുത്ത് പാടാൻ തുടങ്ങി. എനിക്ക് ഷാഫി ചെയ്തതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ലിറിക്കാണത്. കാരണം അന്നുണ്ടായിരുന്ന പാട്ട് എഴുത്തുകാരൊന്നും ഉപയോഗിക്കാതിരുന്ന കുറെ വാക്കുകൾ അവന് ഉപയോഗിച്ചു. ഷാഫിയുടെ രണ്ടാമത്
റീപ്രൊഡ്യൂസ് ചെയ്തില്ലേ, റീഷൂട്ട് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്തോ? ഞാൻ ഇറക്കി കഴിഞ്ഞതിന് ശേഷം ആ വർക്കൊക്കെ വേറെ മില്ലേനിയത്തിന് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവര് റീഷൂട്ട് ചെയ്ത് ഷാഫി വെച്ച് തന്നെ ചെയ്യാൻ പക്ഷെ തീരുമാനിച്ചു. അതിന്റെ തുടക്കക്കാരൻ എത്ര ഷൂട്ട് ചെയ്താലും അതിന്റെ ആ ഒരു കുടം ഉണ്ടാക്കിയത് നമ്മൾ തന്നെയാണ്. അതിപ്പോഴും കിടപ്പുണ്ട് യൂട്യൂബിൽ. അതാ അങ്ങനെ തന്നെ. അത് പാടാം. മണ്ണും മഴയും പ്രേമിക്കും നേരം കാറ്റും മരവും കെട്ടിപ്പുണരും കൂവും കുയിലും കൂട്ടിന് തേടുമ്പം പാടുന്ന പാട്ടെല്ലാം പ്രേമഗാനങ്ങൾ. പാലാണ് പ്രേമം, തേനാണ് പ്രേമം, കരളിൽ കതിരിട്ട പ്രേമം, മണ്ണിതിൽ സ്വപ്നം കൊണ്ട് സ്വർഗം തീർത്ത പ്രേമം. പെണ്ണെ എന്നെ പ്രേമിച്ചാൽ എന്തേടി പൂങ്കാരളേ, നമ്മളൊക്കെ മണ്ണിൽ വന്നത് സ്നേഹിക്കാനല്ലേടി. പ്രേമിച്ചോരെല്ലാം നാശത്തിലാണേ, പ്രേമം വിഷക്കനിയാണേ, മനുഷ്യനെ കൊടുംചതിയിൽ വീഴ്ത്തിടും. അറിവുള്ള കവികൾക്കെല്ലാം ചേലുള്ള കവിത കൊടുത്ത പ്രേമം. ആ ഒരു ഭാഗത്താണ് ഞാൻ അഭിനയിച്ചത്. അതാണ് അത് എടുത്ത് പാടി. ബാക്കിയൊക്കെ എൻ്റെ അടുത്ത് മറന്നുപോയി. ഒരു സ്ഥലത്ത് തെറ്റിപ്പോയിട്ടുണ്ട്, മാപ്പാക്കണം. ശരിക്കും ഈ ലോക്കൽ പാട്ടുകൾ എന്നുള്ള രീതിയിലാണ് ഇതിനെ ഒരു സൈഡിൽ നിന്ന് വിമർശനം ഉണ്ടായത്. പക്ഷേ ലോക്കൽ പാട്ടുകൾ എന്നും തന്നെയാണ് അതിനൊരു അംഗീകാരവും കിട്ടിയത്. പ്രാദേശികമായിട്ടുള്ള ചില വാക്കുകളും ഒരു പ്രാദേശികതയും ഒരു ടോണും ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് വലിയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുകയും നമ്മൾ വളരെ എന്താ പറയുക ബൗദ്ധികമായിട്ട് ഇതിനെക്കുറിച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു തലത്തിലേക്ക് വന്നിട്ടുണ്ട്. പക്ഷെ അന്ന് ഇത് കണ്ടെത്തുന്ന സമയത്തൊക്കെ ഇതിനൊരു അംഗീകാരം വളരെ കുറവായിരുന്നു. നെഗറ്റീവായിട്ടാണ് ആൾക്കാർ അതിനെ ആക്സെപ്റ്റ് ചെയ്തിരുന്നത്. അന്ന് നിങ്ങൾക്ക് ഒരുപാട് സങ്കടം തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇന്ന് വന്ന് നിൽക്കുമ്പോൾ തോന്നുന്ന ഒരു പ്രൗഡില്ലേ? ഞാൻ അന്ന് പറഞ്ഞില്ലേ, അന്ന് കിട്ടാതിരുന്ന അംഗീകാരവും സ്നേഹവും ഒക്കെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ അടുത്ത് ഇപ്പൊ കിട്ടിയപ്പോൾ അതിന് വലിയ സന്തോഷമില്ല. കാരണം അന്ന് ഇറക്കിയ വർക്കുകളൊക്കെ ഇന്ന് കിടക്കണം. പിന്നെ സാധാരണക്കാർ മാത്രമല്ല, ശരിക്കും ഇതിന്റെ ഒരു ഉയർന്ന തലത്തിൽ ചിന്തിക്കുന്നവരൊക്കെ ഇതിനെ ആ പ്രാദേശികതയെ ഉൾക്കൊണ്ട പാട്ടുകളായിട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഏട്ടൻ പറഞ്ഞതിൽ ഒരൊറ്റ കണ്ടന്റ് ഉണ്ട്. അന്ന് നമ്മൾ ഇതിനകത്ത് പ്രേമം ഇട്ടപ്പോൾ നമ്മളെ അടുത്ത് കമ്പിപ്പടാണോന്ന് ചോദിച്ചിട്ടുണ്ട്. അതേ പേരിട്ടിട്ട് പടം വന്നു. അതെ അതെ. അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സ് തിരിച്ചു ചോദിച്ച് കാലഘട്ടങ്ങൾ കഴിഞ്ഞപ്പോൾ അളിയാ വന്നിക്കുന്നതാ, അത് സൂപ്പർ ഹിറ്റ്, അത് ഹിറ്റ് പടം. അപ്പോൾ അന്ന് നമ്മൾ പേരിടുന്നതിൽ ഡിസൈൻ ചെയ്യുന്നതിൽ വരെ ശ്രദ്ധിക്കും. കാരണം അവിടെ നിന്ന് ബസ് കയറിയിട്ടും കാറിലും ഒക്കെ എറണാകുളത്ത് വന്നിട്ട് ഇതിന്റെ ബാക്കിലാണ് സാസ് അനിയേട്ടന്റെ ഡിസൈൻ ചെയ്യാൻ വരുന്നത്, പ്രിന്റ് അടിക്കാൻ വരുന്നത് കുഞ്ഞുമോനക്കര അടുത്ത് റിയാലിൽ. അപ്പോൾ ആ ഒരു ലൈഫിൽ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്, പ്രയത്നിച്ചിട്ടുണ്ട്. അന്ന് ശരിക്കും നമുക്ക് സന്തോഷിക്കാൻ പറ്റിയിട്ടില്ല. അന്ന് കിട്ടാതിരുന്ന് അതൊക്കെ ഇന്ന് വളരെ കുറഞ്ഞ ദിവസത്തിൽ കിട്ടിയതിൽ ഭയങ്കര ഹാപ്പി. ഫേസ്ബുക്കിൽ ശരിക്കും ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരമുണ്ട്. ഇല്ലെങ്കിൽ തന്നെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് ഇന്ന് കിട്ടുന്ന ഒരു അംഗീകാരം എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയുടെ ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അന്ന് അത്രയും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്താൽ അന്ന് അത്രയും ഇതായിരുന്നില്ല. ഒരു വൈഡർ ഓഡിയൻസിന് നമുക്ക് യൂട്യൂബിൽ കിട്ടില്ലായിരുന്നു. അത് ടെലിവിഷനായിരുന്നു പ്രധാനപ്പെട്ടത്. ആ കാലഘട്ടത്തിൽ ടെലിവിഷനിൽ പോയിരുന്ന് സംസാരിക്കുന്ന സമയത്ത് ജലാല് ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു ഒരു ഷോയില്. പക്ഷെ ഇന്ന് അത് സഹതപിക്കുന്നില്ലേ? റിഗ്രറ്റ് അല്ലേ? ഭയങ്കര സംഭവം. നമ്മള് വണ്ടി ഓടി അല്ല മണിയമ്പുള്ള രാജചേട്ടന്റെ ഷോയിൽ പോയിരുന്നില്ല, ഫേസ്ബുക്കിനെ കുറ്റം പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞത് അന്ന് ഫേസ്ബുക്കിനെ കുറിച്ച് അതിന്റെ നല്ല വശങ്ങളും ചീത്ത വശങ്ങളും സംസാരിക്കാനാണ്. എന്നെ അതിന്റെ നല്ല വശങ്ങൾ സംസാരിപ്പിക്കാനാണ് റൈറ്റ് സൈഡിൽ ഇരുത്തിയത്. എന്നോട് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞത് മൊത്തം അതിന്റെ മോശം വശങ്ങളാണ്. അവസാനം മൊത്തത്തിൽ അത് ക്ലേശായിട്ട് തകടം പറഞ്ഞു. ഞാൻ തന്നെ എന്താ പറയേണ്ടതെന്നുള്ളത് പറഞ്ഞു. അവിടെ ഞാൻ പറഞ്ഞ ഉത്തരം ഇതാണ്: അന്ന് ഫേസ്ബുക്കിനകത്ത് ആരും പ്രൊഫൈലും പേരും വെളിപ്പെടുത്തൂല, ഒളിഞ്ഞു നിന്ന് വെടിവെക്കണ പരിപാടിയാണ്. അതിനെതിരെ ഞാൻ സംസാരിച്ചു. അവിടെ ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടി വലിയ നേതാവിന്റെ ഫോട്ടോ വെച്ചിട്ടും വേറെ പേരിലുമാണ് ഫേസ്ബുക്ക് ഉപയോഗിച്ചത്. ഞാൻ അവിടെ ചോദിച്ചത് എന്തിന്? നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങൾ വെളിപ്പെടുത്തി കഴിഞ്ഞ് പലരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്തത്. അതായത് സ്വന്തം ഐഡന്റിറ്റി വെളിപ്പെടുത്താതെ ഒളിഞ്ഞു നിന്നിട്ട് ഞാൻ ഇന്ന ആള് എന്ന് പറയുന്നതിലും നല്ലത് നിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വാ. പിന്നെ ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഇനി വരാൻ പോണ കാലഘട്ടം എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിൻ്റെ മൊത്തം എല്ലാ സ്വകാര്യതകളും എല്ലാ ഡീറ്റെയിലുകളും എല്ലാ കൺട്രോളും ഈ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ആരാണോ ഇത് നിയന്ത്രിക്കുന്നത് അവരുടെ കയ്യിലാണ്. നമുക്ക് ഒരു നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കാര്യത്തിന് പ്രതിഷേധം അറിയിക്കണമെങ്കിൽ അവർക്ക് തോന്നിയാൽ അവരത് കട്ട് ചെയ്യും. നമുക്കത് അറിയിക്കാൻ പറ്റാതെ വരും. അതായത് നമ്മൾ എന്ത് പറയണമെന്ന് ഇനി ആര് തീരുമാനിക്കും? ഇതിൻ്റെ പിന്നിലിരിക്കുന്നവർ തീരുമാനിക്കും എന്നാണ് ഞാൻ അന്ന് ഉദ്ദേശിച്ചത്. എൻ്റെ ചോദ്യം പോയി പോട്ടെ, അതല്ല ഞാൻ ക്ഷമിച്ചു. ചില ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ
പോകും. ഞാൻ ഉദ്ദേശിച്ച അതൊരു അത് മനസ്സിലായി, എനിക്ക് മനസ്സിലായി. ഓക്കെ, പക്ഷേ വേറൊരു കാര്യം ചോദിക്കട്ടെ, ഈ ഓട്ടോറിക്ഷക്കാർക്ക് വേണ്ടി പാട്ട് എഴുതി എന്ന് പറയുമ്പോൾ പ്രൈവറ്റ് ബസ്സുകളിൽ പാട്ട് ഉറക്ക വെച്ചിട്ട്, ഇത്തരം പാട്ടുകൾ ഉറക്ക വെച്ചിട്ട് ബസ്സുകൾ ഇങ്ങനെ നിരന്തരമായി ഓടിയിരുന്നു. അപ്പൊ ബസ്സിൽ കയറുന്നവരും ഇറങ്ങുന്നവരും ഒക്കെ ഈ പാട്ട് കേൾക്കും. അന്നൊക്കെ ഏതെങ്കിലുമൊക്കെ ടൈമിൽ ഇത് ഞാനാണ് ചെയ്തതെന്ന് മറ്റുള്ളവരോട് പറയാൻ തോന്നുന്ന വെമ്പുന്ന ഒരു മനസ്സുമായിട്ട് ഉണ്ടായിട്ടുണ്ട്. പുനലൂര് ഞാൻ പ്രോഗ്രാമിന് പോണ സമയത്ത് പിന്നെ ജസ്റ്റ് കൊല്ലത്തുനിന്ന് അവിടെ നിന്ന് അങ്ങോട്ടോ ഒരു ബസ് യാത്ര, ജസ്റ്റ് കയറണം. അന്ന് നൗഫലിക്ക ഇല്ല, എന്നോട് മൊത്തം കോർഡിനേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് കയറി ബസ്സിലിരുന്നിട്ട് ഞാൻ കല്ലായി കേട്ട് കഴിയുന്നതിൻ്റെ മുന്നേ ഒരു പ്രായമുള്ള ഒരാൾ എൻ്റെ അടുത്ത് അവരുടെ ഫാമിലി ലൈഫും കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. എനിക്ക് അതിനകത്തൊരു സിനിമാ കഥ കിട്ടിയിട്ട് അന്നത്തെ ഒരു ഇതാണ്. അപ്പോൾ ഈ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് നിങ്ങൾ പറഞ്ഞ സെയിം ഫീൽ ഉണ്ടായിട്ട് ഒരു രക്ഷയില്ലാണ്ടായപ്പോൾ ആ ചേട്ടൻ ഞാൻ പാടിയ പാട്ടാണ് സത്യം. ആ നമ്പർ തന്നു, ഇപ്പോഴും മറക്കൂല. കാരണം അയാൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട മകളുടെ ഭർത്താവ്, നാട്ടുകാർക്ക് പ്രിയപ്പെട്ട സേവകൻ, ആ പുള്ളി പെട്ടെന്ന് മരിച്ചുപോയി. ആ പുള്ളിയുടെ ആ മരണത്തിന്റെ സങ്കടം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഞാനത് സിനിമയായിട്ടാണ് കാണുന്നത്, ജസ്റ്റ് ഒരു ത്രെഡ് ഉണ്ടാക്കി വെക്കുക. അവിടുന്ന് അത് കേട്ട് കഴിഞ്ഞ് ഈ പാട്ടോട് കേട്ടപ്പോൾ ചേട്ടാ ഞാൻ പാട്ടുകാരനാണ്, പാട്ടിന് പോവാണ്, ഞാൻ വരാന്ന് വരെ പറഞ്ഞിട്ടുണ്ട്, നമ്പർ വരെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, ഞാൻ കാണാൻ വരും എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പുള്ളിൻ്റെ അടുത്ത് അത് പറഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം കഴിഞ്ഞ ആഴ്ച എൻ്റെ ഉമ്മയും വല്യമ്മയും വേറെ ഒരു മൂത്തയും കൂടെ കോഴിക്കോട് അത്തോളി ബസ് കയറിയപ്പം ഈ പാട്ട് കഴിഞ്ഞ ആഴ്ച മോനെ എൻ്റെ പാട്ടേനും ബസ്സിൽ കേട്ടപ്പം ഭയങ്കര സന്തോഷം. അപ്പം മൂത്ത എന്ന് പറയുന്നത് ഉമ്മയുടെ അനിയത്തിയാണ്. അവർ പറയാൻ പോയി ഇത് നമ്മളെ ലാലു പാടിയ പാട്ട്. ഞാൻ പറഞ്ഞു കൊന്നാളും ഞാൻ പറഞ്ഞിട്ട് ആവേശം കൊണ്ടാണ് പറഞ്ഞു, ഞാൻ എന്ത് വണ്ണത്തരങ്ങൾ ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം അവർക്കും അത് തോന്നിക്കഴിഞ്ഞപ്പോൾ പക്ഷെ ഇപ്പോഴും ബസ്സിനകത്തേക്ക് ആ പാട്ടുകൾ തിരിച്ചു വന്നു. എൻ്റേതെന്നല്ല, പഴയ ആ കാലഘട്ടം തിരിച്ചു വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് വലിയൊരു സത്യമാണ്. ഈ മാഗ്നസിന്റെ കാസറ്റിന്റെ പുറകിൽ നിങ്ങളുടെ നമ്പറായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് വിളിക്കുകയൊക്കെ ചെയ്യും. ആ കമ്മ്യൂണിക്കേഷൻസ് ഒരു ആ കാസറ്റിന്റെ വിൽപ്പനയെ മാത്രമല്ല, നമുക്ക് അങ്ങനെ ഒരു ഇന്ററാക്ഷൻ സാധ്യമായിരുന്നത് ഫോൺ വഴി, ഫീഡ്ബാക്ക് കിട്ടുന്ന ആ സമയത്തൊക്കെ അത് കേൾക്കുകയും ഒപ്പം ചിലതൊക്കെ ആസ്വദിക്കുകയും ഒരുപാട് ആരാധകരൊക്കെ വരികയൊക്കെ ചെയ്യില്ല. ആ സമയത്ത് നമുക്ക് കാസറ്റിന്റെ ഓർഡറിനേക്കാളും ഓർഡർ കറക്റ്റ് അവർക്കറിയാം, നമ്മൾ ഏത് നമ്പറിൽ വിളിച്ചാൽ കിട്ടും ഓർഡർ ചെയ്യാന്നുള്ളത്. അതിനേക്കാൾ കൂടുതൽ എനിക്ക് അതിനകത്ത് പരിചയപ്പെടാനുള്ള ആളുകളുടെ ആവേശം. കാരണം ആകെ അവർ കാണുന്നത് മമ്മൂട്ടി മോഹൻലാൽ സ്ക്രീനിൽ, പിന്നെ കിട്ടിയതാണ് ഈ മാപ്പിളപ്പാട്ട് ആൽബങ്ങൾ, ഓട്ടോറിക്ഷ. അത് സാധാരണക്കാരൻ്റെ ലിറിക്കിലാണ് ഷാഫിയും താജും ഒക്കെ തുടക്കട്ടത്. ഇവരെ കാണാൻ പറ്റും ഷോകളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ. അപ്പോൾ ഇവരെ കിട്ടാൻ വേണ്ടിയിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ രാത്രി ഒന്നും ഉറങ്ങിയിട്ടില്ല. അത്രയും കോളുകൾ വരും, പരിചയക്കാരുണ്ടാവും. പിന്നെ ഒരൊറ്റ ധൈര്യമുള്ളൂ, ഇവരെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല, നമ്പർ മാത്രമേ ഉള്ളൂ, ഹൈഡാണ്, ഡീറ്റെയിൽ കിട്ടില്ല. ഇന്നത്തെ പോലെ ഇന്നിപ്പം മെസ്സേജ് അയച്ചാൽ നമുക്കൊരു ദിവസം കൊണ്ട് പോയിട്ട് കാണാം. ആ ഒരു ധൈര്യത്തിലാണ് ഒരുപാട് കണക്ഷനും കോണ്ടാക്റ്റും. അങ്ങനെ 20 വർഷം മുന്നേ ഉള്ള കണക്ഷൻ മെസ്സേജുകളൊക്കെ ഇപ്പൊ വന്നു തുടങ്ങി. എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇന്നാളാണ്, എന്നെ ഓർമ്മയുണ്ടോ ഞാൻ ഇന്നാളാണ്, അതിലൊരു ചെറിയ ക്ലൂ തരും, അപ്പം മനസ്സിലാകും. ഇപ്പോ അത് ആ ക്ലൂ എന്താണെന്ന് അറിയാമോ? അന്ന് അത്രയും റൊമാൻറ്റിക് ആയിട്ട് ഈ മനുഷ്യൻ സംസാരിച്ചിരുന്നല്ലോ, അതല്ലേ സത്യം? അല്ല, ഇതില് അവർക്ക് ആവശ്യമുള്ള താരങ്ങള് ഞാനല്ല, എന്നെ 1% ആളുകൾക്ക് ആവശ്യമുള്ളൂ. ഇപ്പൊ താജുവിനെ ഷാഫിനെയാണ് വിളിക്കണത്, ഷാഫിയില്ലേ പോട്ടെ താജുല്ലേ പോട്ടെ, തൽക്കാലം ഞാനാണ്. അങ്ങനെ നല്ല കണക്ഷൻ ഉണ്ടായിട്ടുണ്ട്. അത് വലിയ ടീമിൽ നിന്നും താഴെ ടീമിൽ നിന്നും ഒരുപാട് ആളുകളായിട്ട് കണക്ഷൻ ഉണ്ട്. അതിപ്പോ ഞാൻ കളവ് പറഞ്ഞിട്ടില്ല എന്നൊന്നും പറയുന്നത്. അതിപ്പോ ഓർക്കുമ്പോ വേറൊരു രസമല്ലേ. പക്ഷെ അതിനകത്തൊക്കെ കിട്ടിയെന്നറിയോ, ഇവരൊക്കെ ഈ മറ്റേ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം പറയൂലേ, അതേപോലെ ഇവരുടെ ലൈഫുകളാണ് പറഞ്ഞത്, വിഷമങ്ങള്, പ്രയാസങ്ങള്. ഇപ്പോഴും മെസ്സേജ് വന്നതിൽ അവരുടെ കുറെ വിഷമങ്ങൾ പറയാൻ ഒരാൾ, അല്ലെങ്കിൽ അത് മറയ്ക്കാൻ കുറച്ച് സമയം, അല്ലെങ്കിൽ അതിൽ നിന്നൊന്ന് റിലീസ് ആവാൻ ഒരു പാട്ട്, ഒരു ജസ്റ്റ് ഒരു ചാറ്റിങ്, അങ്ങനെ ആഗ്രഹിക്കുന്നവരായിരിക്കാം. പിന്നെ അതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ട്, ഇപ്പോഴും കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന് പറയുന്നവരുണ്ട്. അപ്പൊ അതൊക്കെ ഇവര് ഇഷ്ടം അതിനകത്ത് ആഗ്രഹിച്ചിരുന്നു. അപ്പൊ അതാണ് പറഞ്ഞത്, ഇന്നിപ്പോ ഈ കിട്ടിയിട്ടുള്ള ഈ ഒരു സ്ഥാനം അവർക്കുള്ളതാണ്. അതിൽ നമ്മൾ കഴിവുള്ള കലാകാരനോ കഴിവില്ലാത്ത കലാകാരനോ എന്നുള്ളതൊന്നുമല്ല, അവര് തന്നെ ഓഡിയൻസ് തന്നെയാണ് സ്റ്റാർ. ഇപ്പൊ പാടിയാ മതിയായിരുന്നല്ലേ? ഇപ്പൊ പാടിയിരുന്നെങ്കിൽ കുറച്ചുകൂടി, അതായത് അന്ന് 10 വർഷം മെനക്കെട്ടത് ഇന്നൊരു വർഷം മതി, റീച്ച് കിട്ടായിരുന്നു. അത് സത്യമാണ്. ഇപ്പൊ ഈ ബേബി ജീനും ഇവരൊക്കെ തകർക്കുമ്പോ, ഡെപ്സിയൊക്കെ തകർക്കുമ്പോ, പക്ഷെ ഇപ്പോഴും പഴയ ടാലന്റും വാശിയും കച്ചവടത്തിലുള്ള മത്സരബുദ്ധി ഒന്നും നശിച്ചിട്ടില്ല. നാളെ വേണമെങ്കിൽ ഒരു ഹിറ്റ് ഉണ്ടാക്കി എടുക്കാനുള്ള തൻ്റെ ഇടമൊന്നും ഇപ്പോഴും പോയിട്ടില്ല. പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആഗ്രഹങ്ങളൊക്കെ അവസാനിച്ച്, സത്യം. അതായത് കലാപരമായിട്ട് ഇനി ഒന്നും ആവണ്ട, കൂടുതൽ പ്രശസ്തിയിലേക്ക് പോകണ്ട, അത് ഒരു സ്ഥലത്ത് വെച്ച് ബ്ലോക്കായി, അതായത് സ്റ്റോപ്പ് ചെയ്ത്. അത് പക്ക ഞാൻ പറയണത് സത്യസന്ധമായിട്ടാണ്. സ്റ്റേജ് കിട്ടിയാലും എനിക്ക് പ്രശ്നമില്ല,
സ്റ്റേജ് കിട്ടിയിട്ടില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനെ ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നു. എന്താണോ നമുക്ക് പടച്ചോൻ വിധിച്ചത് അതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കുക. അത് വെട്ടിപ്പിടിക്കണം, ആഗ്രഹങ്ങൾ വരുമ്പം അത്യാഗ്രഹം വരും, അത്യാഗ്രഹം വരുമ്പോൾ വെട്ടിപ്പിടിക്കാൻ തുടങ്ങും, വെട്ടിപ്പിടിക്കുമ്പോൾ നമ്മൾ മനുഷ്യനല്ലാണ്ടാവും, സുഹൃത്തുക്കളെ തിരിച്ചറിയണ്ടാവും, ആളുകളെ തിരിച്ചറിയണ്ടാവും. പാട്ട് ബ്രേക്ക് എടുക്കാം, ഒരു പാട്ട് പാടിയിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. പാടിയ പാട്ടുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട്, ഇനി എന്ന് കാണുമ്പോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ ഇനിയെന്ന് കാണുമ്പോളെ ഞാൻ മതിയാകുവോളം നിന്നെ ഞാൻ കരളിൻ്റെ കൂട്ടിലെന്നെന്നും കളിക്കൂട്ടുകാരനിവനുണ്ടോ കളിവാക്കു കേൾക്കുവാനെന്നും അണയുന്ന തോഴനിവനുണ്ടോ. അത്രയും വർഷം പാടാതിരുന്ന് മിമിക്രി അവതരിപ്പിക്കാതിരുന്ന് നമ്മുടെ സൗണ്ട് ശരിക്കും ബ്ലോക്കാണ്. പിന്നെ അതിൽ നിന്ന് ഇപ്പോൾ കുറേ ഒച്ചിമുളിയൊക്കെ സ്കൂളിലൊക്കെ പോയി ഉണ്ടാക്കിയിട്ട് വീണ്ടും ഇങ്ങനെ റിക്കവർ ചെയ്ത്. ഈ ആഗ്രഹങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിന്റെയൊക്കെ ഒരു അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ സിനിമയാണ്. അപ്പൊ സിനിമയിലേക്ക് എത്തുക എന്നുള്ളതാണ്. നിങ്ങൾ സിനിമ തന്നെ ഉണ്ടാക്കി, പക്ഷെ സിനിമ ഉണ്ടാക്കിയതിന് ശേഷം എനിക്ക് തോന്നുന്നു പിൻവാങ്ങുകയാണ് ഉണ്ടായത്. അർജുൻ അശോകനാണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അർജുൻ അശോകന്റെ എനിക്ക് തോന്നുന്നു ഓർക്കൂട്ട് കഴിഞ്ഞ സെക്കൻഡ് പടമാണ്, 2014 മറ്റോ ആണ്. അർജുൻ അശോകനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. നിങ്ങൾ അയച്ചെന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ടാണ് ഞാൻ നോക്കിയത്. അപ്പോഴാണ് ഞാൻ ആ പടം കണ്ടിട്ടില്ല. അപ്പൊ മനസ്സിലായി, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നില്ലേ അർജുൻ അശോകന് ഒരു കാലമൊന്നും മനസ്സിലാക്കില്ലേ. എനിക്ക് തോന്നുന്നു അതിന് ശേഷം പുള്ളി പറവയിലുണ്ടായിരുന്നു, നോട്ട് ചെയ്യുന്ന ക്യാരക്ടർ ആയിരുന്നത്. അപ്പൊ അതിനു മുമ്പുള്ള 2 പടങ്ങളിൽ ഒന്നാണ് ഓർക്കുട്ടും ഈ പറയുന്ന. അതിനകത്ത് അർജുൻ അശോകൻ അവതരിപ്പിച്ച ക്യാരക്ടർ എന്റെ സ്വപ്നങ്ങൾ അറിയൽ. ജിനിൽ അവതരിപ്പിച്ച ക്യാരക്ടർ ഞാൻ നേരത്തെ കീണ എഴുതിയ CT കബീറില്ലേ, ഞങ്ങളുടെ രണ്ടുപേരുടെ സ്വപ്നങ്ങളാണ് ആ സ്ക്രിപ്റ്റ്. സിനിമാക്കാരനാവണം എന്നുള്ളതാണ് ആ കൺസെപ്റ്റ്. പക്ഷെ ഈ പടം ചെയ്യുന്നതിന് മുൻപ് നമ്മളിതൊരു 1 hour ക്യാമ്പസ് ഫിലിമായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കാസർഗോഡുള്ള കുമ്പള അക്കാഡമിക്ക് വേണ്ടിയിട്ട്. ഖലീൽ മാഷ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മാഷ്, കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഭയങ്കരമായിട്ടുള്ള ഒരു കോളേജാണ് കുമ്പള. അതിനകത്ത് ഞാനും കബീറാണ്, അർജുൻ അശോകന്റെ ക്യാരക്ടർ ഞാനും, ജിനിലിൻ്റെത് കബീറാണെന്ന് തോന്നുന്നു. ഞങ്ങൾ തന്നെ അഭിനയിച്ച്, ബാക്കിയൊക്കെ അഭിനയിച്ചത് അവിടുത്തെ മാഷിമാരും കുട്ടികളാണ്. പിന്നെ അതിനകത്ത് ഒരു ക്യാരക്ടർ അഭിനയിച്ചത് റഷീദ് വേൾഡാണ്, ഇന്നത്തെ മേക്കപ്പ് മാൻ. അവാർഡൊക്കെ വാങ്ങിയ റഷീദ് റഷീദ് അതിൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിട്ട്. അപ്പൊ അന്നേ നിങ്ങൾ ചിന്തിക്കണം, നോക്കിയേ ആ പുള്ളിയാണ് അന്നത് ചെയ്തത്. അപ്പൊ അതിന്റെ ക്രൂവും കാര്യങ്ങളും ഡുഡു ഡയറക്ടർ, നിതിനേട്ട ക്യാമറ ഒക്കെ ചെയ്ത് ആ പടം കണ്ടിട്ട് പിന്നെ നാദർശയ്ക്ക് പടം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓഫർ തന്നു, കുറെ നടന്ന്. പിന്നെയാണ് AM നസീറിന്റെ കയ്യിലേക്ക് ആ പടം പോണത്. അവിടുന്ന് പിന്നെ ആദ്യം ഫഹദും വിനീതിലൊക്കെയായിരുന്നു ആ പ്രോജക്റ്റ്. പിന്നെ നേരെ അർജുനിലേക്കും ജിനിലേക്കൊക്കെ വന്നു. ആ പടം കഴിയുന്നതോട് കൂടിയിട്ട് തന്നെ ഏകദേശം പടം ഫ്ലോപ്പാണ് 100%. എങ്ങനെ വെച്ചാൽ കുറേ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുണ്ട് ആരിസ് എന്ന് പറഞ്ഞിട്ട് പ്രൊഡ്യൂസ് ചെയ്ത മൂപ്പരാണ്. എൻ്റെയും കുറേ സാമ്പത്തികം അതിനകത്ത് പോയിട്ടുണ്ട്. പുള്ളിക്കും ഒരു പോലും തിരിച്ചു കിട്ടിയിട്ടില്ല, എനിക്കും കിട്ടിയിട്ടില്ല. കാരണം ആ സമയത്ത് അങ്ങനെ ഒരു ട്രെൻഡ് ഒരിക്കലും ഏൽക്കില്ല. പുതുമുഖങ്ങൾ നമ്മൾ റിലീസ് ചെയ്ത സമയത്ത് ഓപ്പോസിറ്റ് ബാംഗ്ലൂർ ഡേയ്സും കൊച്ചടയാനുമാണ്, നോക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അങ്ങനെ ആ ഒരു ആഗ്രഹം അവിടെ തീർന്നത്. പിന്നീട് പടത്തിന് പോയില്ല. പിന്നീട് പടത്തിലേക്ക് എനിക്ക് പാടാനും പാട്ട് കമ്പോസ് ചെയ്യാനും അവസരം വന്നു. ഇപ്പം ഞാൻ പാട്ട് നിർത്തിയ സമയത്തും 2 പടത്തിൽ എനിക്ക് ചെയ്യാനുള്ളൊരു ചാൻസ് വന്നപ്പം മനഃപൂർവ്വം ഒഴിഞ്ഞു മാറാ ചെയ്തത്. പിന്നെ അഭിനയിക്കാൻ ഇഷ്ടമല്ല, എഴുത്തിനോട് ഇഷ്ടമാണ്, ഡയറക്ഷൻ മൈൻഡാണ്. അത് എൻ്റെ പ്രായത്തേക്കാൾ കവിഞ്ഞിട്ടുള്ള കാഴ്ചപ്പാടാണ്. അങ്ങനെയുള്ള സംഭവങ്ങളാണ്. പക്ഷെ ഇപ്പം താല്പര്യം ഇല്ല, കഴിഞ്ഞില്ല. ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞു, പാട്ടായി, അതായി, ഇതായി, സിനിമയൊക്കെ. ചെറിയ പ്രായമല്ലേ, എന്നിട്ടും ആഗ്രഹം കഴിഞ്ഞു എന്ന് പറയുന്നത് നിങ്ങൾ ഇതുവരെ തേച്ചിട്ടില്ല, ഇനി തേക്കരുത്. ഇല്ല, ഞങ്ങളൊക്കെ ഈ സിനിമ ആഗ്രഹിച്ച് നടക്കുന്നതേ ഉള്ളൂ. അപ്പോഴാണ് ജലാൽ പറയുന്നത് അയ്യോ സിനിമ മതിയാക്കി പോകുന്നത്. ഞങ്ങൾ ഇനി എന്ന് സിനിമ ചെയ്യാനെന്ന് അറിഞ്ഞൂടാ, പക്ഷെ സിനിമ ചെയ്തിട്ട് ഞങ്ങൾ സിനിമയിലെത്തും. സിനിമ അഭിനയിക്കല്ല പ്രധാനപ്പെട്ട ലക്ഷ്യം, എഴുത്തും ഈ പറയുന്ന സംവിധാനവും ഒക്കെയാണ് നമ്മുടെ മനസ്സിലുള്ളത്. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ ടൈമാണ് ഈ ടൈം. ഈ സമയത്ത് ചെയ്തില്ലെങ്കിൽ പിന്നെ നിങ്ങൾ പറയലിരിക്കും. പണ്ട് നമ്മളൊരു സിനിമ വിജയിപ്പിക്കണമെങ്കിൽ നമ്മൾ പല കാലുകൾ പിടിക്കണം, കോടികൾ ഇറക്കണം, പ്രയത്നിക്കണം. ഇന്ന് നമ്മുടെ കഴിവ് ഒരൊറ്റ ദിവസം കൊണ്ട് പുറത്തെത്താനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ ലോകത്തുണ്ട്. ഇപ്പം നിങ്ങൾ രണ്ടും കൽപ്പിച്ചിറങ്ങണം. അതാണ് പ്രശ്നം, ഈ രണ്ടും കൽപ്പിക്കാന്ന് പറയുന്നത്. അതിലേക്ക്
അതെനിക്കുണ്ട് കേട്ടോ. അത് നിനക്കുണ്ട്. അതാ ഇന്ന് നാളെ രാവിലെ ഇവിടെ എനിക്കൊരു വൈറലായിട്ടൊരു സംഭവം വേണമെന്ന് പറഞ്ഞാൽ ഞാൻ വൈറലാക്കണ്ടേ. അതാ ഒരു power. അതെന്ത് നിങ്ങൾക്ക് ഇല്ലാത്ത വെറുതെ പറയാ ചെറുപ്പക്കാരൻ ഇത് അതാണ് വേണ്ടതല്ലേ. അത് വേണം. അത് നാളെ ആലോചനകൾ ആവട്ടെ എന്നുള്ള കൺസെപ്റ്റ് ഇല്ല. തല്ലാൻ പറഞ്ഞ പോയി തല്ലിക്കോളാ, ബാക്കിയുള്ളത് പിന്നെ. അടിപൊളി. ഇപ്പൊ മനസ്സിലായല്ലോ ഇത്രയും ഹിറ്റുകൾക്ക് പിന്നിൽ എന്തായിരുന്നു എനർജി എന്നുള്ളത്. കൊള്ളാൻ പറഞ്ഞാലും കൊള്ളാം. ഫൈറ്റ് ചെയ്ത് കയറി വരാൻ ഇതായിരിക്കുമല്ലേ ഊർജ്ജമായത്. തീർച്ചയായിട്ടും. കാരണം വലിയ കമ്പനീസിന്റെ ഇടയിലൊക്കെ ചെറിയൊരു കമ്പനി ഉണ്ടാക്കി അത് കൊണ്ടുവരിക എന്നൊക്കെ പറയുന്നത് ഒരു വലിയ പരിപാടിയില്ലേ. എന്നെ സംബന്ധിച്ച് അത് എന്റെ ചെറിയ പ്രായത്തിലാണ് ഞാൻ കളിച്ചത്. അത്രയും കാശുകൾ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ആൽബം ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക ഹിറ്റായിട്ടുള്ള ആൽബങ്ങൾ എൻ്റേതാവാൻ കാരണക്കാരൻ ഞാനായിട്ടുണ്ട്. ഇപ്പോഴും ഇപ്പൊ എൻ്റെ അടുത്ത് കൂട്ടുകാർ പലരും പറയുന്നുണ്ട് പാട്ട് പാട്ട്. ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് കണ്ടന്റുകളുണ്ട്, പാട്ടുകളും ഉണ്ട്, പക്ഷെ ഞാൻ ചെയ്യണില്ല. എന്തിനാന്ന് വെച്ച് നമ്മളിപ്പോൾ ചെയ്തിട്ട് എന്തിനാ, നമുക്ക് കാശ് കിട്ടും അല്ലെങ്കിൽ പ്രശസ്തി കിട്ടും, അതിൽ നിന്നൊക്കെ മാറി ജീവിക്കാന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പൊ ജീവിതം എന്ന് പറഞ്ഞാൽ മറ്റൊരു അവസ്ഥയാണ്. ഇതൊന്നും ഇല്ലാതെ നമ്മൾ കുടുംബം അങ്ങനെയൊക്കെ, അതാണോ ഉദ്ദേശിക്കുന്നത്? കലാകാരൻ എന്നുള്ളത് എൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ പ്രേക്ഷകരെ സന്തോഷിപ്പിക്കാനുള്ളൊരു രൂപമാണ്. പക്ഷെ ഇന്നത്തെ കലാകാരൻ ബിസിനസ്സുകാരനാണ്, വിറ്റ് കാശാക്കാന്നുള്ളതാണ്. ആ രണ്ട് കൺസെപ്റ്റും വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ച് രണ്ടും കഴിഞ്ഞു പോയി. കലാകാരൻ ഒരു ബിസിനസ് ആയിരുന്ന സമയം കഴിഞ്ഞ് കലാകാരൻ മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുന്ന ഒരു കാലഘട്ടം കഴിഞ്ഞു. ഈ കിണു ഇറങ്ങിയ സമയത്ത് സലീമേട്ടൻ തിരക്കി നടന്നു വന്നും തേടി പിടിക്കാൻ പറ്റിയില്ലെന്ന് പറഞ്ഞു. എന്തിനാ, അടിക്കാനാ ആയിരിക്കും? ഞങ്ങളെ ഭാഷ ചീത്തയാക്കി എന്നൊക്കെ പറഞ്ഞിട്ടാണോ? സലീമേട്ടൻ അന്ന് ആ ഫ്ലോറിൽ ഞാൻ ഫ്ലവേഴ്സിന്റെ ചാനലിൽ കിണു പാടാൻ വേണ്ടിയിട്ടാണ് പോയത്, ലൈവായിട്ട് പാടാന്നുള്ള രീതിയിൽ. അതെനിക്ക് നമ്മുടെ നിർമ്മൽ ബാലാഴിയാണ് എന്നെ അതിലേക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ അതിനകത്ത് പോയി സലീമേട്ടൻ ഒരു ഭാഗത്തുണ്ട്, അപ്പം വേറൊരു പുള്ളി പ്രോഗ്രാം പ്രൊഡ്യൂസർ ഇവരാണ് പാടുന്നത്, കിണാണ് പാടുന്നതെന്ന് പറഞ്ഞപ്പോൾ കേണോ അന്ന് എന്നോട് പറഞ്ഞു, നിന്നെ ആ പറഞ്ഞില്ലേ ഫ്ലോറിൽ പറഞ്ഞില്ലേ, പിന്നെ ഒരുപാട് ഞാൻ തിരക്കി നടന്ന ആ വന്ന സമയത്ത് അന്ന് എനിക്ക് കോൺടാക്ട് ചെയ്യാൻ കിട്ടിയില്ല, അന്വേഷിച്ച് ഒരുപാട് നടന്നു, നിന്നെ വെച്ചൊരു ആൽബം ചെയ്യാൻ എനിക്കത് ഇഷ്ടമായിരുന്നു സംഭവങ്ങളൊക്കെ പറഞ്ഞു. ആ ഫ്ലോറ് പറഞ്ഞ സംഭവങ്ങൾ അതിൻ്റെ മുന്നേ എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ശ്വാസം വിട്ടു. കാരണം ജസ്റ്റ് പാടാനുള്ളൊരു അവസരം കിട്ടിയതാണ് ചാനലിൽ, പാടി പോവുക എന്നുള്ളതാണ്, അന്ന് ഈ ലൈവ് പാടാം. പക്ഷെ സലീമായിട്ട് അത് പറഞ്ഞുകൊണ്ട് കൂടിയിട്ട് മൊത്തത്തിൽ പിന്നെ അവിടെ പെർഫോമൻസ് ഒക്കെ വേറെ രീതിയാണ് തകർത്തുന്നത്. കാരണം ഒരു എനർജി കിട്ടല്ല, നമ്മൾ പോയ സ്ഥലത്ത് നമ്മൾ അംഗീകരിക്കപ്പെട്ടു, അല്ലെ നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് എന്നാണ്. പിന്നെ അത് വല്ലാത്തൊരു അവസ്ഥയും സന്തോഷമൊക്കെയാണ്. പക്ഷേ പുള്ളി ഒരു വർക്കിൽ വിളിച്ച് അഭിനയിപ്പിച്ച് അത് ഇറങ്ങി, അതിൽ നിന്നും ഒരുപാട് അവസരങ്ങളൊക്കെ കിട്ടി. അതിനേക്കാളൊക്കെ വലുതാണ് ആ അവസരം കിട്ടാതെ ഇങ്ങനെ ഒരു ഫ്ലോറിൽ പോയിട്ട് പറഞ്ഞ ആ ഒരു വാക്കുകൾ. അതിന്റെ ഫീൽ ഇപ്പോഴും മറക്കൂലല്ലോ. പക്ഷെ ആലോചിച്ചിട്ടില്ലേ, അവസരം കിട്ടിയിരുന്നെങ്കിൽ അന്ന് സലീമേട്ടൻ പ്രൊമോട്ട് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ മലയാളത്തിലെ പ്രമുഖ നടനായിട്ട് മാറിയിരുന്നെങ്കിലോ? ഞാൻ അങ്ങനെ ചെറുതായിട്ട് അവിടെ ആ ചിന്തിക്കുന്നതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ഒരാളാണ്. അന്ന് അവിടെ ഞാൻ ഈ ആൽബത്തിലേക്ക് പോയിരുന്നെങ്കിൽ ഈ പ്രയാസങ്ങൾ ഞാൻ അനുഭവിക്കില്ല, ആ ഫീൽഡിൽ നിന്ന് മാറുന്നൊരു സ്റ്റേജ് വരില്ല എന്നിലേക്ക്. എനിക്കിപ്പോൾ എന്താണ് മാറ്റം ഉണ്ടാകുന്നത്, ഞാൻ ചുരുക്കി പറഞ്ഞില്ലേ, മതപരമായിട്ട് പടച്ചോലിലേക്ക് കുറച്ച് അടുക്കാൻ പറ്റിയിട്ടുള്ളൊരു സ്റ്റേജ് എനിക്ക് കിട്ടി. എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങളെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അന്ന് ആ അവസരം കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് വിലമതിക്കാനാവാത്ത ഈ അവസരങ്ങളൊന്നും കിട്ടൂലായിരുന്നു, ചുരുക്കി പറഞ്ഞാൽ ഈ ഒരു സിറ്റിംഗ് വരെ. അപ്പോൾ ആ കിട്ടാതിരുന്നതിനേക്കാൾ വലുതാണ് എനിക്ക് കിട്ടിയതൊക്കെ. കിട്ടും എന്ന് പറഞ്ഞ വാക്കുകളാണ് അതിൽ അഭിനയിച്ചതിന് തുല്യമായിട്ട് കിട്ടിയത്. ഇങ്ങനെ നാലുകാലിൽ വീഴുന്നതുകൊണ്ട് ആ കോഴിക്കോട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റിയത് എനിക്കിപ്പോ മനസ്സിലായി. എന്ത് ചോദിച്ചാലും നാലുകാലിൽ വീഴും, ഉത്തരം കിട്ടുന്നുണ്ടായിരുന്നു. ഞാൻ പറയുന്നില്ലേ സത്യം പറഞ്ഞു. അപ്പൊ ഈ സന്തോഷത്തിൽ ഇനി ഒരു പാട്ടും കൂടെ പാടിയിട്ട് നമുക്ക് ഏതാണ്ട്, ഞാൻ മിമിക്രി കാണിപ്പിച്ചില്ല കേട്ടോ, എനിക്ക് തോന്നുന്നു ഇന്ദ്രൻ സേട്ടന്റെ ഇടയ്ക്ക് പറഞ്ഞപ്പോഴേ നല്ല രസമുണ്ട്. സലീമേട്ടനെ ചെയ്യുവോ? സലീം ഇടയ്ക്ക് എല്ലാ സൗണ്ടും ചെയ്തിരുന്നു. ഇപ്പൊ നമ്മള് പ്രാക്ടീസ് ഇല്ലെങ്കിൽ ഒന്നും നടക്കൂലല്ലോ. പാട്ടാണെങ്കിലും നമ്മുടെ തൊണ്ട അത് ആ ഒരു ക്ലാരിറ്റിയിൽ വരണമെങ്കിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കണം, പാടിക്കൊണ്ടിരിക്കണം, ശബ്ദങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കണം. ഒരു 5 വർഷമായിട്ട് സത്യത്തിൽ ഞാൻ ആകെ സംസാരിക്കണത് എൻ്റെ വൈഫ്, എൻ്റെ മക്കള്, എൻ്റെ അമ്മ. പുറത്ത് സംസാരമില്ല. വേറെ തന്നെ ലൈഫ് പെട്ടെന്ന് ചേഞ്ച് ആയതിലുള്ള ബുദ്ധിമുട്ടുണ്ട്, സംസാരങ്ങളൊക്കെ കുറവാണ്. പക്ഷെ ആരെയും കിട്ടിക്കഴിഞ്ഞാൽ ഇങ്ങനെ സംസാരിക്കും. ഇന്ദ്രൻ സേട്ടനെ എനിക്ക് തോന്നുന്നു ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യാൻ തോന്നുന്നു. ശ്രമം നടത്താം. ഇതിലെന്തെങ്കിലും ബാഡ് കമന്റ് വന്നാൽ അതിന് ഉത്തരവാദികളാ. അതെ, ഞാൻ മാത്രമാണ്. നിന്നോട് ഞാൻ അപ്പോഴേ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നിയതാ ഇതുപോലുള്ള കാര്യങ്ങളൊന്നും വേണ്ടാന്ന്. അത് മാത്രമല്ല, ഇതെല്ലാം കൂടി എടുത്തു വെച്ചു കഴിഞ്ഞാൽ നിനക്ക് എവിടെയെങ്കിലും പോകാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. എടേ, ഞാൻ പറയുന്നതൊന്ന് കേക്കടേ. കറക്റ്റാണോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. കറക്റ്റാണോ അല്ല, എനിക്ക് ആ ഇന്ദ്രൻ സേട്ടനെ കിട്ടുക ചെറുതായിട്ട് കയ്യിൽ നിന്ന് പോയിട്ടുണ്ട്. അത്
ഇപ്പൊ നമ്മള് ഈ മീറ്റർ ആണല്ലോ ഇതിലേക്ക് ഒരു സാധനം. ഡയലോഗൊക്കെ പടത്തിലുള്ള ഒന്നുമല്ല, ആ സമയത്ത് തോന്നിയത് പറഞ്ഞത്. അതുകൊണ്ടാണ് നിങ്ങളെ ഇഷ്ടപ്പെടുന്നത്. സ്പോണ്ടേനിറ്റി ഇല്ലേ, പറയുമ്പോ ഉടനെ ചെയ്യുന്നുണ്ട്. അതാണ്, ആലോചിക്കാൻ നിന്നില്ല. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഈ നമ്മള് ഒന്നും എഡിറ്റ് ചെയ്തിട്ടല്ല കാണിക്കുക. കാരണം ഇത് പറഞ്ഞ ഉടനെ ചെയ്യുന്നില്ലേ, അത് ഭയങ്കര രസമാണ്. ഈ ചില പാട്ടുകാരൊക്കെ വരുമ്പോഴേ പറഞ്ഞു തീരുന്നതിനിടയ്ക്ക് പാടി തുടങ്ങുമ്പോൾ ഇത് എങ്ങനെ ഇത് സാധിക്കണേന്ന് തോന്നില്ല. അങ്ങനെയാണ് നിങ്ങളിപ്പോ ചെയ്തേക്കണേ. ഞാൻ പറഞ്ഞ ആ സെക്കൻഡിൽ തന്നെ ആലോചിച്ചിട്ട് ഡയലോഗ് ഒന്നും കിട്ടാനില്ല. ആകെ ഇപ്പം പറഞ്ഞപ്പോ കിട്ടുന്നു അച്ഛൻ കൊച്ചച്ഛൻ, ആ സാധനമാണ് ഓർമ്മ വരുന്നത്. അല്ല, അത് വേണമെന്നില്ല. അത് പിടിച്ചിട്ട് പറയേണ്ടതിന് പകരമാണ് പെട്ടെന്ന് പറഞ്ഞപ്പോ പിന്നെ ചെയ്യാൻ പറയാത്തത് നന്നായി. അത് ക്ലീശയല്ലേ. ഇതിപ്പം ആ മീറ്റർ പിടിക്കാന്നുള്ളതാണ്. അതാണല്ലോ ഇതിന്റെ അടിസ്ഥാനം. സന്തോഷം. ഇന്ദ്രൻ ചേട്ടൻ ചെയ്യാൻ പറ്റിയ. ഇനി പാട്ട് പാടി നമ്മൾ ഫിനിഷ് ചെയ്യും. ഈ കല്ലായി എന്ന് പറയുന്ന പാട്ട് എഴുതി തന്ന അതേ കൂട്ടുകാരൻ തന്നെയാണ്. ഇപ്പം ഈ യൂട്യൂബിനകത്ത് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാട്ടാണ് 17-ാം രാവത്ത് എന്നുള്ള പാട്ട്. ആ ഒരു പാട്ട് എന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്, നിറയും നീലാവത്ത് ഞാൻ നിന്നിൽ ചേരുമ്പോൾ തളിർ ചുണ്ടിൽ ഞാനന്ന് ലല്ലല്ലാല. 17-ാം രാവത്ത് പതിവായി കാണുന്ന പനിനീരിൻ നിറമുള്ള മോളാണിൻ പെണ്ണ്. ഓ, ഈ മോളാണ് എന്നുള്ളത് അവിടുത്തെ ഒരു സ്ഥിരം പ്രയോഗമാണ്. കൂടുതൽ പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കും മോളെ എന്ന് കേൾക്കുമ്പോൾ മോള് മോളെ എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരിതാണ്. ഓളെ എന്ന് പറയുമ്പോൾ നോർമലായിട്ട് ഓളെ. മറ്റുള്ളവർ അത് സ്നേഹത്താലുള്ള ഒരു വിളിയിലല്ലല്ലോ. നമ്മൾ പറയില്ലേ പ്രിയപ്പെട്ടവളെ, അതിനേക്കാൾ മുകളിലാണ് ഈ മോളെ എന്നുള്ളത്. ആ കേൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഏതൊരു ഭർത്താവിൻ്റെ അടുത്തുനിന്നും ഒരു ഭാര്യ മോളെ എന്ന വിളി കേൾക്കാൻ ആഗ്രഹിക്കും. എന്റെ വൈഫ് 14 കൊല്ലമായിട്ട് ആഗ്രഹിക്കും. ഞാൻ അതിനെ വിളിച്ചില്ല. നാട്ടുകാരെയൊക്കെ മുഴുവനും പാട്ടുകാരി സൂചിപ്പിച്ചിട്ട് നിങ്ങള് ഇങ്ങനെയാണല്ലേ കാണുന്നത്. നിങ്ങൾക്കൊപ്പമാണ് ഞാൻ കാണുന്നുണ്ടല്ലേ. വൈഫ് കുറച്ച് റൊമാൻറ്റിക് ആവാൻ ആഗ്രഹം എടോന്നൊക്കെ വിളിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കും, കേട്ടോന്നു നമുക്ക് ഇതാണ് മനസ്സിലിരിപ്പല്ലേ. അല്ല, അങ്ങനെ ഞാൻ സത്യമായിട്ട് പറഞ്ഞു വെച്ചാല് ഷമീറെ എതിർക്ക്, ഈ മനുഷ്യനെ എതിർക്ക്. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ സ്നേഹം ഹൃദയത്തിൽ. പേരെ മോളെ എന്ന് വിളിക്കുന്ന ആളാണെന്നറിയാം ഷമീർ ഭായി. മോനെ നാട്ടാരെ മൊത്തം വിളിച്ചിക്കണ്, ഷമീർ കുത്തി നിറച്ചിക്കണ്, എല്ലാരെയും മോളെ വിളിച്ചിക്കണ്, വൈഫിനെ വിളിക്കാൻ മറന്നിക്കണ്. ജലാലിനെ പോലെ. താങ്ക് യു. അടിപൊളി. നിങ്ങളോട് ഭയങ്കര സ്നേഹം. അപ്പൊ കെട്ടിപ്പിടിക്കാം. രജനീഷ് ചേട്ടാ, ഞാൻ വരുമ്പം പ്ലാൻ ഇട്ടതാണ് പ്രോഗ്രാം കഴിഞ്ഞിട്ട് നിങ്ങളെ കെട്ടിപ്പിടിക്കണം. പ്രോഗ്രാം തീരുന്നതിന് മുന്നേ എന്നോട് നിങ്ങൾ കെട്ടിപ്പിടിക്കാൻ പറഞ്ഞപ്പോ ഓസ്കാർ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. English Cafe, we present you the perfect English. WhatsApp now 9633 888 575.